Hi students, welcome back. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ വരെയായിരുന്നു. അപ്പോൾ ന്യൂട്ടൺസ് സെക്കൻഡ് ലോ ഉപയോഗിച്ച് കറക്റ്റായിട്ട് ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചു. അതിൻ്റെ കുറച്ച് ഡിഫറെൻറ്റ് സിറ്റുവേഷൻ കൂടിയാണ് ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പഠിച്ചത് ന്യൂട്ടൺസ് സെക്കൻഡ് ലോ അനുസരിച്ചുകൊണ്ട് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി F is equal to ma. So acceleration A is equal to എങ്ങനെ എഴുതാം? Acceleration of the body A is equal to F by m, force by mass. If there are more than one forces, ഒന്നിലധികം ഫോഴ്സുകളുണ്ട്, അതേപോലെ ഒന്നിലധികം ബോഡികളുണ്ടെങ്കിൽ നമുക്ക് പറയാം ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം. ഒന്നിലധികം ബോഡികളുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിന് ആക്സിലറേഷൻ അല്ല പറയാം. അപ്പോൾ ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം ഈസ് ഈക്വൽ ടു എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സ്. ഇവിടെ ഒന്നിലധികം ഫോഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെടുക്കാം? ടോട്ടൽ ഫോഴ്സ് ബൈ ഒന്നിലധികം ബോഡികളുണ്ടെങ്കിലോ നമുക്ക് എന്ത് പറയാം? ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ഇതാണ് ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം. അപ്പോൾ ഒരു ബോഡി ആണെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ നമുക്ക് കാണാം. ഇനി ഒന്നിലധികം ബോഡികളുണ്ടെങ്കിൽ അതിൻ്റെ ആക്സിലറേഷൻ കാണാം. വളരെ സിമ്പിളായിട്ട് നോക്കാം. ഏറ്റവും ബേസിക്കലായിട്ട് ഒരു ബോഡി, a body of mass 2 kg is acted by a force of 10 Newton. 10 Newton ഫോഴ്സ് ഇങ്ങനെ അപ്ലൈ ചെയ്താൽ 10 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് വലിച്ചാൽ ഏത് ഡയറക്ഷനിലാണ് വലിക്കുന്നത് ആ ഡയറക്ഷനിൽ ആക്സിലറേറ്റ് ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ആക്സിലറേഷൻ എങ്ങനെ കാണുക? ആക്സിലറേഷൻ A is equal to ഫോഴ്സ് ബൈ മാസ്. ഇവിടെ ഫോഴ്സ് എത്രയാണ്? 10 ന്യൂട്ടൺ ബൈ മാസ് 2. That is equal to 10 by 2 is equal to 5 meter per second square. ഇത് വളരെ സിമ്പിളായിട്ട് കിട്ടി. ഇനി അടുത്ത സിറ്റുവേഷനിൽ ശ്രദ്ധിച്ചോ. ഒരു ബോഡി തന്നെ, ഈ ഒരു ബോഡിയുടെ മാസ് 2 കിലോഗ്രാം തന്നെ എടുത്തു. ഇതിന് അപ്ലൈ ചെയ്ത ഫോഴ്സ് ഈ ഭാഗത്തേക്ക് 10 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഒരു 4 ന്യൂട്ടൺ ഫോഴ്സും അപ്ലൈ ചെയ്തു. ഇങ്ങനെ അപ്ലൈ ചെയ്താൽ വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം? ഇതെങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യുക? നെറ്റ് ഫോഴ്സ് ഏത് ഡയറക്ഷനിലാണോ ആ ഡയറക്ഷനിലേക്കാണ് ആക്സിലറേറ്റ് ചെയ്യുക. അപ്പോൾ റൈറ്റിലോട്ട് 10 ന്യൂട്ടണും ലെഫ്റ്റിലോട്ട് 4 ന്യൂട്ടണും ആണെങ്കിൽ വാട്ട് ഈസ് ദ ടോട്ടൽ ഫോഴ്സ്? രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് കുറയ്ക്കുക. എന്നിട്ട് വലുതിൻ്റെ ഡയറക്ഷനിലേക്കാണ് ഇത് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ നെറ്റ് ഫോഴ്സ് എന്നാൽ ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എത്രയാണ്? ടോട്ടൽ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ 10 ന്യൂട്ടൺ റൈറ്റിലോട്ടുണ്ട്, 4 ന്യൂട്ടൺ ലെഫ്റ്റിലോട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ ഫോഴ്സ് എത്രയായിട്ട് മാറി? ടോട്ടൽ ഫോഴ്സ് A is equal to 10 minus 4 by mass 2. എന്താ 10 minus 4 എടുക്കാൻ കാരണം? ഇവിടെ 10 റൈറ്റിലോട്ടാണ്, 4 ലെഫ്റ്റിലോട്ടാണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലേ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ റിസൾട്ടൻ്റ് എടുക്കുക എങ്ങനെയാണ്? റിസൾട്ടൻ്റ് എടുക്കുന്നത് ഡിഫറൻസ് ആണല്ലോ. അപ്പോൾ 10 minus 4 6 by 2 that is equal to 3 meter per second square. ഇവിടെ ആക്ട് ചെയ്ത ഫോഴ്സ്, ഇവിടെ ആക്ട് ചെയ്ത രണ്ട് ഫോഴ്സുകൾ എന്ന് പറഞ്ഞാൽ അത് 10ഉം 4ഉം ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഇനി അടുത്ത ശ്രദ്ധിച്ചോളൂ. ഒരു 8 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ട് ആക്ട് ചെയ്യുന്നു. 8 ന്യൂട്ടൺ ഫോഴ്സ് ഇങ്ങോട്ടൊരു 6 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നു. വാട്ട് ഈസ് ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം? ഇതിൻ്റെ മാസ് 2 കിലോഗ്രാം ആണെങ്കിൽ ഇതിൻ്റെ ആക്സിലറേഷൻ എത്രയായിരിക്കും? ഒരു ഭാഗത്തേക്ക് 6ഉം അതിന് പെർപെൻഡിക്കുലറായിട്ട് 8 ന്യൂട്ടണും ആക്ട് ചെയ്യുകയാണെങ്കിൽ ടോട്ടൽ ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഫോഴ്സും പെർപെൻഡിക്കുലറാണ്. അപ്പോൾ ഇതിനെ ഞാൻ F1 എന്ന് വിളിച്ചു, ഇതിനെ F2 എന്ന് വിളിച്ചു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഫോഴ്സ് F is equal to രണ്ട് വെക്റ്റേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ റിസൾട്ടൻ്റ് is equal to root of F1 square plus F2 square. നിങ്ങൾ നേരത്തെ പഠിച്ചതാണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു root of F1 എത്രയാ? 8 square plus 6 square equal to 64 plus 36. 64 plus 36 100. That is equal to 10. ഇപ്പോൾ ഫോഴ്സ് നമുക്ക് 10 ന്യൂട്ടൺ എന്ന് കിട്ടിയെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു 10 ബൈ മാസ്. ഫോഴ്സ് ബൈ മാസ് 2 ദാറ്റ് ഈസ് ഈക്വൽ അഗെയിൻ വി ഗെറ്റ് 5 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അപ്പം ഇവിടെയെല്ലാം ഒരു ബോഡിയാണ്, ഒരു ബോഡിയും അതേപോലത്തെ ഒന്നിലധികം ഫോഴ്സ്. അങ്ങനത്തെ സമയത്ത് നമുക്ക് ആക്സിലറേഷൻ കിട്ടി. ഇനി രണ്ട് ബോഡി ആണെങ്കിലോ ഇങ്ങനെയാണ് വെച്ചതെങ്കിലോ ശ്രദ്ധിച്ചോ. ഒരു ബോഡി, ഇതിൻ്റെ മാസ് 2 കിലോഗ്രാം,
ഇതിന് മേലെ ഒരു ബോഡി വെച്ചു 1 കിലോഗ്രാം, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഈ ഫോഴ്സ് F ഈസ് ഈക്വൽ ടു 12 ന്യൂട്ടൺ ആണ്. വാട്ട് ഈസ് ആക്സലേഷൻ ഓഫ് ദി സിസ്റ്റം? ഇവിടെയും ആക്സലേഷൻ കാണുന്നത് ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ദാറ്റ് ഈസ് എ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് എത്രയാണ്? ഒരു ഫോഴ്സ് മാത്രമേ ഉള്ളൂ, 12 ബൈ ടോട്ടൽ മാസ് പറഞ്ഞാൽ 2 ബോഡിയുടെ മാസ് ഉണ്ട്, 2 + 1 3. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 m/s². ഓക്കെ, ഇനി ഇങ്ങനെയാണെങ്കിലോ 1 കിലോഗ്രാം 2 കിലോഗ്രാം അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ് 6 ന്യൂട്ടൺ. ഇങ്ങനെ 6 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ചതിനെ മുന്നോട്ട് തള്ളുകയാണെങ്കിൽ പുഷ് ചെയ്യുകയാണെങ്കിൽ വാട്ട് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം? ഇവിടെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് ബൈ ടോട്ടൽ മാസ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 m/s². അപ്പോൾ ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ 2 m/s² ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവിടെ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ഒന്നാമത്തെ ബോഡിയുടെ മേലെ മാത്രമാണ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത്. ഈ ബോഡിയാണ്, ഈ 1 കിലോഗ്രാം മാസുള്ള ബോഡിയാണ് 2 കിലോഗ്രാമിനെ പുഷ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അങ്ങോട്ട് പുഷ് ചെയ്യുന്ന സമയത്ത് ഈ ബാക്കിലുള്ള ആൾ പുഷ് ചെയ്യുമ്പം ഇയാളാണ് ഇങ്ങോട്ട് പുഷ് ചെയ്യുന്നത്. അപ്പം ഈ 1 കിലോഗ്രാം ബോഡി ഇവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് ഈ 2 ബോഡി തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. ആ കോണ്ടാക്റ്റിന് ഫലമായുള്ള ഫോഴ്സാണ് കോണ്ടാക്റ്റ് ഫോഴ്സ്. ആ കോണ്ടാക്റ്റ് ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? നമ്മൾ കോണ്ടാക്റ്റ് ഫോഴ്സ് ആണ് എഫ്. ദാറ്റ് എഫ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഏത് ബോഡിയുടെ മേലെ ആക്ട് ചെയ്യുന്നത്? ഈ എഫ് ആക്ട് ചെയ്യുന്നത് 2 കിലോഗ്രാമിൻ്റെ മേലെയാണ്. 2 ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം. ഈ സിസ്റ്റത്തിന് ആക്സിലറേഷൻ, അതായത് ഈ 2 കിലോഗ്രാമിന് ആക്സിലറേഷനാണ് കിട്ടേണ്ടത്. 2 കിലോഗ്രാമിന് ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ ആയിരിക്കും ഇതിൻ്റെ. അപ്പോൾ 2 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 ന്യൂട്ടൺ. അപ്പോൾ ഇങ്ങനെയൊക്കെ കോണ്ടാക്റ്റ് ഫോഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കോണ്ടാക്റ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബോഡി ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സാണ് കോണ്ടാക്റ്റ് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ നോക്കിക്കോളൂ, ഇവിടെ 1 കിലോഗ്രാം 2 കിലോഗ്രാം 3 കിലോഗ്രാം 3 ബോഡി ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 24 ന്യൂട്ടൺ. ഇങ്ങനെയാണ് ആദ്യമായിട്ട് ഇതിൻ്റെ കോണ്ടാക്റ്റ് ഫോഴ്സ് കാണണമെങ്കിൽ ആക്സിലറേഷൻ കാണണം. കോണ്ടാക്റ്റ് ഫോഴ്സ് 1 ഈ 2നെ മേലെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കോണ്ടാക്റ്റ് ഫോഴ്സ് ഞാൻ F1 എന്ന് വിളിച്ചു. അതേപോലെ ഈ 2 കിലോഗ്രാമാണ് 3 കിലോഗ്രാമിനെ പുൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോഴ്സ് F2 എന്ന് വിളിച്ചു. F1ഉം F2ഉം കാണും. അപ്പോൾ F1ഉം F2ഉം കാണണമെങ്കിൽ ആദ്യമായിട്ട് ഈ സിസ്റ്റത്തിന് ആക്സിലറേഷൻ കാണണം. എങ്ങനെ ആക്സിലറേഷൻ കാണാം? എ ഈസ് ഈക്വൽ ടു ടോട്ടൽ ഫോഴ്സ് 24 ഡിവൈഡഡ് ബൈ ടോട്ടൽ മാസ് 1 + 2 + 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 4 m/s². അതായത് 6 4 m/s². അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് F1ൻ്റെ ഫലമായിട്ട് ആരെല്ലാം മൂവ് ചെയ്യുന്നുണ്ട്? ശ്രദ്ധിക്ക്, ഈ 24 ന്യൂട്ടൻ്റെ ഫലമായിട്ട് 1 കിലോഗ്രാം മൂവ് ചെയ്യുന്നുണ്ട്, 2 കിലോഗ്രാം മൂവ് ചെയ്യുന്നുണ്ട്, 3 കിലോഗ്രാം മൂവ് ചെയ്യുന്നുണ്ട്. ഇനി ഈ 1 കിലോഗ്രാം 2 കിലോഗ്രാമിന് മേലെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, ആ ഫോഴ്സ് എന്നാൽ ഇവിടുത്തെ F1 ആണ്. ദാറ്റ് F1 ഈസ് ഈക്വൽ ടു ഈ F1ൻ്റെ ഫലമായിട്ട് ആരെല്ലാം മൂവ് ചെയ്യുന്നു? 2 കിലോഗ്രാമും മൂവ് ചെയ്യുന്നുണ്ട്, 3 കിലോഗ്രാമും മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മാസ് എന്നാൽ 2 + 3 ഇൻറ്റു ആക്സിലറേഷൻ. എത്ര ഇതിൻ്റെ ആക്സിലറേഷൻ? 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 3 5 × 4 20 ന്യൂട്ടൺ ആണ് ഇവിടുത്തെ കോണ്ടാക്റ്റ് ഫോഴ്സ്. ഇനി ഈ 2 കിലോഗ്രാം 3 കിലോഗ്രാമിനെ പുഷ് ചെയ്യുന്നുണ്ടല്ലോ, ആ ഫോഴ്സ് എത്രയാണ്? F2 ഈസ് ഈക്വൽ ടു ഇവിടെ മാസ് എത്ര? 3 കിലോഗ്രാമിനെയാണ് ഈ F2 മൂവ് ചെയ്യിക്കുന്നത് ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം. സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ എത്രയാണ്? 4. ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ന്യൂട്ടൺ. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റം വരികയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് ആക്സിലറേഷൻ കാണാം. എന്നിട്ടോ അതേപോലെ കോണ്ടാക്റ്റ് ഫോഴ്സ്, ഈ 2 ബോഡി നമ്മളെ കോണ്ടാക്റ്റിന് ഫലമായിട്ട് ഈ ഒന്നാമത്തെ ബോഡി രണ്ടാമത്തെ ബോഡി മേലെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, അതേപോലെ ഇവിടെ ഒന്നാമത്തെ ബോഡി രണ്ടാമത്തെ ബോഡി മേലെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് F1, രണ്ടാമത്തത് മൂന്നാമത്തിന് മേലെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് F2. ഇങ്ങനെ നമുക്ക് ഓരോന്നും കറക്റ്റായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതാണ് ഒരു സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ.
ഇനി നമുക്ക് അടുത്തൊരു ചേഞ്ച് എടുക്കാം. ഇവിടെ എല്ലാം ശ്രദ്ധിച്ച് നോക്കുക. ഇതിലെല്ലാം നമ്മൾ കണ്ടുപിടിച്ചത് രണ്ട് ബോഡി ആണെങ്കിൽ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്. ഇനി ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഇല്ല, പകരമായിട്ട് ഒരു നൂല് ഉപയോഗിച്ചാണ് എന്ത് ചെയ്തത്, കണക്ട് ചെയ്തത്. ഒരു നൂല് ഉപയോഗിച്ച്, ഒരു സ്ട്രിങ് ഉപയോഗിച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക നമുക്കൊന്ന് നോക്കാം. ഓക്കെ, രണ്ട് ബോഡിയുടെ മാസ്സുകൾ. ഒന്നാമത്തെ ബോഡിയുടെ മാസ് നേരത്തെ പറഞ്ഞ പോലെ 1 കിലോഗ്രാം തന്നെ. രണ്ടാമത്തെ ബോഡിയുടെ മാസ് 2 കിലോഗ്രാം. ഇവിടെ നിങ്ങളൊരു ഫോഴ്സ് ഉപയോഗിച്ച് ഇതിനെ പിടിച്ചു വലിച്ചു. ഇവിടെ അപ്ലൈ ചെയ്ത ഫോഴ്സ് 15 ന്യൂട്ടനാണ്. അപ്പോൾ ഇതിൻ്റെ ആക്സിലറേഷൻ കാണാം. ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ബൈ മാസ്. ഈ സ്ട്രിങ് മാസ്ലെസ് ആയിട്ട് കൺസിഡർ ചെയ്യാം. മാസ്ലെസ് എന്ന് പറഞ്ഞാൽ ആ ബ്ലോക്കിൻ്റെ മാസോട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ ചെറിയ മാസ്. അപ്പോൾ ടോട്ടൽ മാസ് എത്രയാ? 1 + 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 3. 15/3 ഈസ് ഈക്വൽ ടു 5 m/s². അപ്പം ആക്സിലറേഷൻ ഓഫ് ദിസ് സിസ്റ്റം, ഈ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ എത്രയാണ്? 5 m/s² ആണ്. ഇനി ഞാൻ ഈ ഒന്നാമത്തെ ബോഡിയുടെ മേലെയാണ് ഫോഴ്സ് ആക്ട് ചെയ്തത് എങ്കിൽ രണ്ടാമത്തെ ബോഡിയും അതിൻ്റെ മേലെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ രണ്ടാമത്തെ ബോഡിയെ ഒന്നാമത്തെ ബോഡി പിടിച്ചു വലിക്കുന്നു, ഈ ഡയറക്ഷനിൽ പിടിച്ചു വലിക്കുന്നു. അതായത് ഈ സ്ട്രിങ്ങിൻ്റെ മേലെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇതിൻ്റെ ഫലമായിട്ട് ശ്രദ്ധിച്ച് ഈ ബോഡിയോടെ പോയിട്ട് കൊളൈഡ് ചെയ്യുന്നില്ലല്ലോ. ഈ ബോഡിയെ, രണ്ടാമത്തെ ബോഡിയെ ഒന്നാമത്തെ ബോഡി ബാക്കോട്ട് വലിക്കുന്നുണ്ട്. രണ്ടുപേരും ഇങ്ങനെ ടൈറ്റായി നിൽക്കാനുള്ള കാരണം എന്താ നോക്ക്. ഇങ്ങനെ രണ്ട് ടൈറ്റായി നിൽക്കുക, രണ്ട് ഭാഗത്തേക്ക് വലിക്കുമ്പോൾ ടൈറ്റായി നിൽക്കുക. ഒരു ഭാഗത്തേക്ക് മാത്രമാണെങ്കിൽ ഇങ്ങനെ പോകില്ലേ. അതായത് ഈ ഭാഗത്തേക്ക് മാത്രമാണെങ്കിൽ സ്ട്രിങ് ബെൻഡായി പോലെ അടുത്ത് വരുമല്ലേ. ഒരു നൂലല്ലേ, നൂലടുത്ത് വരുമല്ലേ. ഇത് നോക്കിയേ, ഇത് രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ വലിച്ചു പിടിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത്? രണ്ട് ഭാഗത്തേയും ഫോഴ്സ് ഇങ്ങനെ ടൈറ്റായി നിൽക്കുന്നത്. ഒരു ഭാഗത്തേക്ക് മാത്രം ഫോഴ്സ് എങ്കിൽ എന്താ സംഭവിക്കുക? ഈ ഭാഗം ഇങ്ങനെ അടുത്ത് പോകും, ഈ ഇത് ബെൻഡായി പോകും. അപ്പോൾ ഇങ്ങനെ ടൈറ്റായി നിൽക്കണമെങ്കിൽ 1 കിലോഗ്രാമിന് 2 കിലോഗ്രാം ഏത് ഫോഴ്സോട് കൂടിയാണോ പിടിച്ചു വലിക്കുന്നത്, അതേ ഫോഴ്സോട് കൂടി 2 കിലോഗ്രാമിന് 1 കിലോഗ്രാം ബാക്കോട്ടും പിടിച്ചു വലിക്കും. അപ്പോൾ ഈ സ്ട്രിങ്ങിൻ്റെ മേലെ ഒരു ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ദിസ് ഫോഴ്സ് ഈസ് കോൾഡ് ടെൻഷൻ. Tension on the string. Tension is the pulling force along the string. ഒരു സ്ട്രിങ്ങിൻ്റെ മേലുള്ള പുള്ളിങ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ടെൻഷൻ. ആ വലിവിനെ വിളിക്കുന്ന പേരാണ് ടെൻഷൻ. അപ്പോൾ ഇവിടെ എടുത്ത ടെൻഷൻ, ഈ ടെൻഷൻ എങ്ങനെയാണ്? ഇവിടുത്തെ ഫോഴ്സ്, ഈ ഫോഴ്സാണ് ടെൻഷൻ. ഈ ഫോഴ്സ് എന്താ ചെയ്യുന്നത്? 1 കിലോഗ്രാം ബോഡി എന്ത് ചെയ്യുന്നു? പിടിച്ചു വലിക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എഴുതാം ടെൻഷൻ T is equal to ഇതിനും കൊണ്ട് പിടിച്ചു വലിക്കുന്നു. ഇതിന് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇതിനെയാണ് പിടിച്ചു വലിക്കുന്നത്. ഈ ഡയറക്ഷനിലാണ് ആക്സിലറേഷൻ ഉള്ളത്. അപ്പോൾ ആ ഡയറക്ഷനിലാവുന്ന സമയത്ത് 1 ഇൻറ്റു ആക്സിലറേഷൻ എത്രയാ? 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ന്യൂട്ടൺ. അപ്പോൾ ഇവിടുത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ എത്രയാ? 5 ന്യൂട്ടൺ ആണ്. മനസ്സിലായോ? ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഈ സ്ട്രിങ്ങിൻ്റെ മേലെ ഈ ബോഡികൾ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്. ഈ 1 കിലോഗ്രാമിന് ആ ഭാഗത്തേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നത് എത്രയാണ്? ഇവിടെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇനി ഈ സിസ്റ്റം ആണെങ്കിലോ ശ്രദ്ധിച്ച്, ഇവിടെ 1 കിലോഗ്രാം, 2 കിലോഗ്രാം, 3 കിലോഗ്രാം, 30 ന്യൂട്ടൺ ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പോൾ ഇവിടുത്തെ ആക്സിലറേഷൻ ആദ്യം കാണണ്ടേ? എത്ര ആക്സിലറേഷൻ പറയൂ? A is equal to total force by total mass 1 + 2 + 3 30/6 5 5 ശരി 5 m/s². ഇനി ശ്രദ്ധിക്കാം, ഇവിടെ ഈ ബോഡിയെ ഇത് പിടിച്ചു വലിക്കുന്ന ടെൻഷൻ ഉണ്ട്. ആ ടെൻഷൻ, അതോട് ടെൻഷൻ ബാക്കോട്ടുണ്ട് T1. അതേപോലെ ഈ 2 കിലോഗ്രാം 3 കിലോഗ്രാം പിടിച്ചു വലിക്കുന്ന ടെൻഷൻ ഉണ്ട്. ആ ടെൻഷനാണ് T2. അപ്പോൾ ഇവിടെ T1 എന്ന് പറഞ്ഞാൽ, T1 എന്ന് പറഞ്ഞാൽ ഇവിടെ ഇതിനെ പിടിച്ചു വലിക്കുന്ന ഫോഴ്സാണ്. അപ്പോൾ ഇത് മാത്രം എടുക്കുകയാണെങ്കിൽ, ആ 1 കിലോഗ്രാം മാത്രം എടുക്കുകയാണെങ്കിൽ ഇത് 1 കിലോഗ്രാം, ഇങ്ങോട്ടുള്ളതാണ് T1. ഇതിൻ്റെ ആക്സിലറേഷൻ എത്രയാ? ആക്സിലറേഷൻ 5 എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് T1 is equal to ഇതിൻ്റെ മാസ് 1 കിലോഗ്രാം ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം 5. ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ന്യൂട്ടൺ തന്നെ കിട്ടി. ഈ 1 കിലോഗ്രാമിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് 5 ന്യൂട്ടൺ ആണ്. ഇനി ഈ 2 കിലോഗ്രാമിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സോ T2.
T2 ആരെയെല്ലാം വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്? ഈ 2 കിലോഗ്രാമിനെ മാത്രമല്ല വലിക്കുന്നത്, ആരെയും വലിക്കുന്നുണ്ട്? 1 കിലോഗ്രാം, രണ്ടുപേരും കൂടി പോകുന്നില്ലേ? ഇവിടെ നിങ്ങൾ ഇതിനെ പിടിച്ചു വലിക്കുമ്പം ഈ 2ന്റെ കൂടെ ആരും വരുന്നുണ്ട്? 1ഉം വരുന്നുണ്ട്. അപ്പോൾ ടെൻഷൻ മാസ് 1 + 2 ഇൻറ്റു ആക്സിലറേഷൻ എത്രയാ? 5. ദാറ്റ് ഈസ് ഈക്വൽ 3 × 5 15 ന്യൂട്ടൺ. ഇതാണ് ടെൻഷൻ. അപ്പോൾ നമുക്കിങ്ങനെ ടെൻഷൻ കറക്റ്റായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആണോ പറഞ്ഞത്? ഇനി ഇതിന് വ്യത്യസ്തമായ നിങ്ങൾ പല ഇക്വേഷൻസും നിങ്ങൾ വീണ്ടും വീണ്ടും, അതായത് ഇതിൽ വേറെ പല സിറ്റുവേഷൻ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് പല സിറ്റുവേഷനിലേക്കും വരാം. അതായത് ശ്രദ്ധിച്ചാൽ ഞാൻ ഈ കേസ് തന്നെ ചെറിയൊരു ചേഞ്ച് വരുത്തി. 1 കിലോഗ്രാം ഫോഴ്സ് ഇവിടെ ഉണ്ട്, 1 കിലോഗ്രാം ബോഡി ഉണ്ട്, ഒരു സ്ട്രിങ് ഉപയോഗിച്ച് കണക്ട് ചെയ്തു. 2 കിലോഗ്രാം ബോഡി ഇവിടെ ഉണ്ട്. ഇതിന് ആക്ട് ചെയ്യുന്നത് ഈ ഡയറക്ഷനിലാണ്, 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രിയിൽ ഇവിടെ 15√3 ഫോഴ്സാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതിനെ ടെൻഷൻ എങ്ങനെ കാണാം? ആക്സിലറേഷൻ എങ്ങനെ കാണാം? അപ്പോൾ ശ്രദ്ധിച്ച്, ഇത് ആക്സിലറേറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ കാണണം. ഹൊറിസോണ്ടൽ ആക്സിലറേഷൻ കാണണമെങ്കിൽ ഈ 15√3ൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഈ ഫോഴ്സ് എഫ് ആണ്. ഈ ഫോഴ്സ് എഫ്, ഇതിൻ്റെ ഹൊറിസോണ്ടൽ കോമ്പണൻറ്റ് ഇത് 30 ഡിഗ്രി ആണെങ്കിൽ ഈ നിങ്ങൾ പഠിച്ചതാണ് എഫ് cos 30 എന്ന് പഠിച്ചിട്ടില്ലേ? റെസല്യൂഷൻ ഓഫ് വെക്റ്റേഴ്സ്. രണ്ടാമത് അതേപോലെ ഒരു പർട്ടിക്കുലർ കോമ്പണൻറ്റ് എഫ് sin 30, ഇത് നിങ്ങൾ മോഷനെ പ്ലെയിനിൽ പഠിച്ചിട്ടുണ്ടാവും. എഫിനാണെങ്കിൽ എഫ് cos 30, എഫ് sin 30. അപ്പോൾ ഇവിടുത്തെ എഫ് cos 30 എത്രയാ? എഫ് cos 30 ഇസ് ഈക്വൽ ടു എഫിന് സ്ഥാനത്ത് 15√3 ഇൻറ്റു cos 30. cos 30 എത്രയാ? √3/2 അല്ലേ? cos 30 √3/2 അല്ലേ? അപ്പോൾ √3 3 ഇൻറ്റു 45/2 22.5. ഇതാണ് ഫോഴ്സ്. ഇത് ഫോഴ്സ് ആണെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു നമുക്ക് എഴുതാം എഫ് cos 30 ബൈ മാസ് m1 + m2. അതായത് എഫ് cos 30 22.5 ബൈ മാസ് എത്രയാ? 1 + 2 3. ദാറ്റ് ഈസ് 22.5/3 ഈക്വൽ ടു 7.5 m/s². ഇതാണ് ആക്സിലറേഷൻ. ആക്സിലറേഷൻ കിട്ടിയ ടെൻഷൻ കാണാം. ഇവിടുത്തെ ടെൻഷൻ എങ്ങനെയാണ്? ഈ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് പിടിച്ചിരിക്കുന്ന ടെൻഷൻ ടി ഈസ് ഈക്വൽ ടു ഈ ടെൻഷൻ്റെ ഫലമായിട്ട് ഈ 1 കിലോഗ്രാമിനെ പിടിച്ചു വലിക്കുന്നത്. ഇപ്പോൾ 1 ഇതിൻ്റെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ 7.5, ദാറ്റ് ഈസ് ഈക്വൽ ടു 7.5 ന്യൂട്ടൺ. ക്ലിയർ ആണോ? അപ്പോൾ ഇതാണ് ടെൻഷൻ കാണുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരുപാട് കേസുകളുണ്ട്. ഇതൊക്കെ നമ്മൾ ഒബ്ജക്റ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് ഉപകാരപ്പെടുക. ഇങ്ങനത്തെ ഒരുപാട് കേസുകൾ നമുക്ക് 1 by 1 ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പം സ്ട്രിങ്ങിൻ്റെ മേലെ ടെൻഷൻ കണ്ടുപിടിച്ചു, അതേപോലെ തന്നെ നമ്മുടെ ആക്സിലറേഷൻ കണ്ടുപിടിച്ചു, കോണ്ടാക്റ്റ് ഫോഴ്സ് കണ്ടുപിടിച്ചു. ഇനി ഒരു പുള്ളിയാണ് കപ്പി ഉപയോഗിച്ച് ചെയ്യുമ്പോൾ, അതായത് രണ്ട് ബോഡികൾ ഒരു നൂല് ഉപയോഗിച്ച് കണക്ട് ചെയ്തു, എന്നിട്ടൊരു കപ്പിയിലൂടെ ഒരു പുള്ളിയിലൂടെ കടത്തി വിട്ടാൽ അതിൻ്റെ ആക്സിലറേഷൻ എത്രയാണ്, അതിന് മേലെ ടെൻഷൻ എത്രയാണ്, അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പം നമുക്ക് പറയാനുള്ളത് മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ്. രണ്ട് ബോഡി ഒരു സ്ട്രിങ് ഉപയോഗിച്ച് കണക്ട് ചെയ്തു, എന്നിട്ട് ഒരു പുള്ളിയിലൂടെ പാസ് ചെയ്യുന്നു. ഇങ്ങനെ പുള്ളിയിലൂടെ പാസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആക്സിലറേഷൻ കാണണം. നമ്മുടെ ഈ സർഫസ് സ്മൂത്താക്കി എടുത്താൽ അവിടെ ഫ്രിക്ഷൻ ഉണ്ടാവില്ല. അപ്പോൾ എന്താ സംഭവിക്കുന്നത് ശ്രദ്ധിച്ചോളൂ. ഈ ബോഡീൻ്റെ വെയിറ്റ് എങ്ങോട്ടുണ്ടാവുക? ഇതിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ m2g ആണ്. മാസ് m ആണെങ്കിൽ വെയിറ്റ് mg ആണല്ലോ. m2g താഴേക്കാണ്. അതിന് ഫലമായിട്ട് ഈ ബോഡിയെ ഇങ്ങോട്ട് പിടിച്ചു വലിക്കും. അത് ഇങ്ങനെ പിടിച്ചു വലിക്കുമ്പം ഇതിന് മേലേക്ക് ഒരു ടെൻഷൻ ഉണ്ടാവും. ഇതാണ് ടെൻഷൻ T. ശരിയല്ലേ? അപ്പം ഇവിടെ നമുക്ക് ഓരോ ബോഡിയുടെയും കേസ് കൺസിഡർ ചെയ്യാം. ഫസ്റ്റ് ബോഡി മാത്രം എടുക്കുകയാണെങ്കിൽ ഈ ബോഡി ഇതിൻ്റെ മാസ് m1 ആണ്. ഇതിന് മേലെ ആക്ട് ചെയ്യുന്ന ഹൊറിസോണ്ടൽ ഫോഴ്സ് എന്നാൽ T. ഇത് ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ആ മൂവ് ചെയ്യുന്ന ഡയറക്ഷനിലെ ഫോഴ്സ് മാത്രമേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങനെ ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഡയറക്ഷനിലെ ഫോഴ്സ് T ആണ്. ഇതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ ഇതിങ്ങനെ ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതുകൊണ്ട് ഇതിൻ്റെ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ A ആണ്. അത് രണ്ടും ഒരേ ഡയറക്ഷനാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എഴുതാം ടെൻഷൻ T ഈസ് ഈക്വൽ ടു
മാസ് m1 ഇൻറ്റു ആക്സിലറേഷൻ a. ഇക്വേഷൻ നമ്പർ 1. ഇനി രണ്ടാമത്തെ ബോഡി എടുക്കുകയാണെങ്കിലോ, ഈ m2 എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കണേ, ഇതിനെ ബോഡി മാത്രം എടുക്കുകയാണെങ്കിൽ ഇതിനെ വിളിക്കുന്നത് ഫ്രീ ബോഡി ഡയഗ്രം. ബോഡിയെ ഫ്രീ ആയിട്ട് എടുക്കുക, ബാക്കിയൊന്നും നമ്മൾ കൺസിഡർ ചെയ്യണ്ട. ഇതിന് വെയിറ്റ് m2g. മേലേക്ക് എന്തുണ്ട്? ഇവിടെ മേലേക്ക് ഇതിന് ടെൻഷൻ T ഉണ്ട്. ഇത് ആക്സിലറേറ്റ് ചെയ്യുന്ന അങ്ങോട്ടാ, താഴേക്ക് ഇത് ആക്സിലറേറ്റ് ചെയ്യുന്നുണ്ട് A. അപ്പം ഇവിടെ താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ രണ്ട് ഫോഴ്സ് ഇവിടെ ഉണ്ട്, m2g താഴേക്കുണ്ട്, T മേലേക്കുണ്ട്. അപ്പം ഇതിൽ ഏതാണോ കൂടുതലുള്ളത് അതിൻ്റെ ഡയറക്ഷനിലല്ല അത് മൂവ് ചെയ്യുക. ഏതാ കൂടുതലുള്ളത്? ഇത് താഴേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ താഴേക്കുള്ള ഫോഴ്സ് അല്ലേ കൂടുതലുള്ളത്. അപ്പോൾ താഴേക്കുള്ള ഫോഴ്സ് ഏതാണ്? നമുക്ക് എഴുതാം. അപ്പം നെറ്റ് ഫോഴ്സ് ആണ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ. So total force acting on the second body, mass into acceleration is equal to വലിയ ഫോഴ്സിൽ നിന്ന് ചെറിയ ഫോഴ്സ് മൈനസ് ചെയ്യുക. ഏത് ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് ആ ഡയറക്ഷനിൽ ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് m2g മൈനസ് ഇവിടുത്തെ ടെൻഷൻ ഏതാണ്? T ആണ്. നമുക്ക് ഇക്വേഷൻ നമ്പർ 2 കിട്ടി. കണക്റ്റഡ് മോഷൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ആദ്യമായിട്ട് ഫസ്റ്റ് ബോഡി m1 എടുത്തു, അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ടെൻഷൻ കണ്ടുപിടിച്ചു. രണ്ടാമത്തെ ബോഡി എടുത്തു, അതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. രണ്ട് ഇക്വേഷൻ കിട്ടി. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? കറക്റ്റായിട്ട് ആക്സിലറേഷനും ടെൻഷനും കിട്ടും. അപ്പോൾ ഇവിടെ നോക്കിയേ, ടെൻഷൻ T is m1a, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് രണ്ടാമത്തെ ഇക്വേഷനിൽ കൊടുത്താൽ പുട്ട് ഇക്വേഷൻ 1 ഇൻ ഇക്വേഷൻ 2. 2 കൊടുത്താൽ എന്താ കിട്ടുക? 2 എന്തായിട്ട് മാറും? m2a is equal to m2g മൈനസ് T. ടീൻ്റെ സ്ഥാനത്ത് ആരെ കൊടുക്കാം? m1a. ഈ m1a ഈ ഭാഗത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എടുത്താൽ എന്താ വരിക? m1a ഇവിടെ ആരുണ്ട്? പ്ലസ് m2a ഈക്വൽ ടു m2g. ഇതിൽ a കോമൺ ആണ്, a പുറത്തെടുത്താൽ m1 പ്ലസ് m2 ഇൻറ്റു a is equal to m2g, or acceleration A is equal to m2g by m1 plus m2. This is the acceleration of this system. ഈ സിസ്റ്റത്തിൻ്റെ ആക്സിലറേഷൻ കിട്ടി. അപ്പോൾ ശരിക്കും ശ്രദ്ധിക്കണം എങ്ങനെയാണ് ഇത് എടുക്കുന്നതെന്ന്. ആദ്യം ഒന്നാമത്തെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഈ ബോഡി മാത്രം കൺസിഡർ ചെയ്തു. അപ്പോൾ ഇതിങ്ങനെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത്. ആ മൂവ് ചെയ്യുന്ന ഫോഴ്സ് T ആണ്. T is equal to ഇതിനെ മാസ് ഇൻറ്റു ആക്സിലറേഷൻ A. രണ്ടാമത്തെ ബോഡി എടുത്തു, ഇത് താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മേലെ താഴേക്ക് m2g ആക്ട് ചെയ്യുന്നുണ്ട്, മേലേക്ക് Tയും ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴേക്കുള്ള ഫോഴ്സ് കൂടുതലായതുകൊണ്ടാണ് ഇത് താഴേക്ക് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ m2a is equal to താഴേക്കുള്ള ഫോഴ്സ് മൈനസ് മേലേക്കുള്ള ഫോഴ്സ്. ഇക്വേഷൻ നമ്പർ 2. അത് രണ്ടും സോൾവ് ചെയ്തപ്പോൾ നമുക്ക് ആക്സിലേഷൻ കിട്ടി. ഇനി ഇതിൻ്റെ ആക്സിലേഷൻ, ഇതിൻ്റെ വാല്യൂ പുട്ട് വാല്യൂ ഓഫ് എ എവിടെ കൊടുക്കുക? വാല്യൂ ഓഫ് എ ഇൻ 1 കൊടുത്താൽ എന്താ കിട്ടുക? ടെൻഷൻ T is equal to m1 ഇൻറ്റു എൻ്റെ വാല്യൂ എന്താ? m2g ബൈ m1 പ്ലസ് m2. ഇവിടെ ശ്രദ്ധിച്ച്, ഇവിടെ ആക്സിലറേഷനും ടെൻഷനും വളരെ ഈസി ആയിട്ട് നമുക്ക് കിട്ടി. ഇവിടെ ഈ ബോഡി ഹൊറിസോണ്ടലായിട്ടാണ് മൂവ് ചെയ്യുന്നത്, രണ്ടാമത്തെ ബോഡി വെർട്ടിക്കലായിട്ടാണ് മൂവ് ചെയ്യുന്നത്. ഇനി രണ്ട് ബോഡിയും വെർട്ടിക്കലായിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചേഞ്ചാണ് വരിക? ശ്രദ്ധിച്ചോ, ഒരു പുള്ളി, ഈ പുള്ളി ഇവിടെ ഫിക്സ് ചെയ്താണ്, ഇതിലൂടെ സ്ട്രിങ് പാസ് ചെയ്യുന്നു. ആ സ്ട്രിങ്ങിൻ്റെ അറ്റത്ത് രണ്ട് ഭാഗത്തും ഓരോ ബോഡി സ്ട്രിങ് പാസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടുത്തെ മാസ് m1, ഈ മാസ് m2. രണ്ട് മാസും ഈക്വൽ ആണെങ്കിൽ എങ്ങോട്ടും മൂവ് ചെയ്യൂല, അവിടെ തന്നെ നിൽക്കും. സപ്പോസ് വി ഹാവ് ടു കൺസിഡർ m1 ഈസ് ഗ്രേറ്റർ ദാൻ m2 ആണെങ്കിൽ, m1 കൂടുതലാണെങ്കിൽ ഈ ഭാഗത്തുള്ള വെയിറ്റ് കൂടുതലാണ്, ഇത് താഴേക്കല്ല മൂവ് ചെയ്യാം. ഇതിൻ്റെ വെയിറ്റ് എത്രയാ? m1g. ഇതിൻ്റെ വെയിറ്റും താഴേക്ക് തന്നെയാണ് m2g. ഓക്കെ, ഇവിടെ നോക്കിയേ, ഈ ബോഡി താഴേക്ക് മൂവ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഈ ബോഡി മേലേക്കാണ് മൂവ് ചെയ്യുന്നത്.
ഇതിൻ്റെ ആക്സിലറേഷൻ താഴേക്കാണ്, അതേ ആക്സിലറേഷനിൽ ഇത് മേലേക്ക് വരുന്നു. ഇതിനെ മേലേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്ന ഫോഴ്സ് ആരാണ്? ഇതിനെ ടെൻഷൻ ടി ആണ്. അതേപോലെ ഇതിന് M1G താഴേക്ക് പിടിച്ചു വലിക്കുന്ന സമയത്ത് ഈ നൂല് ടൈറ്റായി നിൽക്കുന്നുണ്ട്. അപ്പം മേലേക്ക് ഇവിടെയും ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ടെൻഷൻ ടി. ഈ ടെൻഷൻ ടി ആണെങ്കിൽ ഇവിടുത്തെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ രണ്ടിൻ്റെയും ടെൻഷൻ 2T ഉണ്ടാവും. അപ്പം നമുക്ക് ആവശ്യമുള്ള ടെൻഷനും ആക്സിലറേഷനും മാത്രമാണ്, ഇത് വേണമെന്നില്ല, ഇത് പറഞ്ഞത് മാത്രം. അപ്പം ഇവിടെ കാണണമെങ്കിൽ ആദ്യമായിട്ട് ഒന്നാമത്തെ ബോഡി എടുക്കുന്നു. ഒന്നാമത്തെ ബോഡി എടുത്താൽ ശ്രദ്ധിക്ക്, M1 എടുക്കുകയാണെങ്കിൽ ഇതാണ് ഫ്രീ ബോഡി ഡയഗ്രാം. ഈ ബോഡി മാത്രം എടുക്കുന്നു. ഇതിന് മേലെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് M1G താഴേക്ക്, ടെൻഷൻ ടി മേലേക്ക്, ആക്സിലറേഷൻ താഴേക്ക്. അപ്പം ടോട്ടൽ എക്സ്റ്റേണൽ ഫോഴ്സ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ M1A ഇസ് ഈക്വൽ ടു, ഇവിടെ ടെൻഷൻ മേലേക്കുണ്ട്, M1G താഴേക്കുണ്ട്. ഇത് താഴേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ എന്ത് കൂടുതലാണ്? വെയിറ്റ് കൂടുതലാണ്. M1G മൈനസ് ടി, ഇക്വേഷൻ നമ്പർ 1. ഓക്കെ. ഇനി രണ്ടാമത്തെ ബോഡി എടുക്കുകയാണെങ്കിൽ M2 എടുക്കുകയാണെങ്കിൽ ശ്രദ്ധിക്ക്, M2 എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ വെയിറ്റ് M2G താഴേക്കാണ്, ഇതിന് ടെൻഷൻ മേലേക്കാണ്. ഇത് മൂവ് ചെയ്യുന്നത് എങ്ങോട്ടാ? മേലേക്കാണ് ആക്സിലേറ്റ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഫോഴ്സ് M2A ഇസ് ഈക്വൽ ടു, ഇത് മേലേക്കല്ല മൂവ് ചെയ്യുന്നത്. മേലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ മേലേക്കുള്ള ഫോഴ്സ് കൂടുതലും താഴേക്കുള്ള ഫോഴ്സ് കുറവും അല്ലേ? ഏത് ഭാഗത്തേക്കാണ് ഫോഴ്സ് കൂടുതലുള്ളത് അങ്ങോട്ടല്ലേ മൂവ് ചെയ്യുക. അപ്പം ഇത് മേലേക്ക് മൂവ് ചെയ്യുന്നു, T മൈനസ് M2G. ഇവിടെ T മൈനസ് എടുക്കാൻ കാരണം എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത്, ഏത് ഡയറക്ഷനിലേക്കാണോ ഫോഴ്സ് കൂടുതലുള്ളത് ആ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുക. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടി. ഇത് സോൾവ് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ കാണാം, അതേപോലെ തന്നെ ടെൻഷനും കാണാം. വളരെ സിമ്പിൾ. അപ്പോൾ ഞാൻ ആക്സിലറേഷൻ കാണാൻ വേണ്ടി രണ്ടും കൂടി ആഡ് ചെയ്യുന്നു. ഇക്വേഷൻ 1+2 ചെയ്താൽ എന്താ കിട്ടുക പറയൂ? 1+2. 1 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് M1A പ്ലസ് ഇതിൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് M2A. ദാറ്റ് ഈസ് ഈക്വൽ ടു ഒന്നാമത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് M1G മൈനസ് ടി പ്ലസ് രണ്ടാമത്തതിൻ്റെ പ്ലസ് ചെയ്യുന്നു T മൈനസ് M2G. ഇവിടെ നോക്ക്, മൈനസ് ടിയും പ്ലസ് ടിയും ക്യാൻസൽ ആവും. പിന്നെ ഇവിടെ ബാക്കി A കോമൺ ആണ്. M1 പ്ലസ് M2 ഇൻറ്റു A ഇസ് ഈക്വൽ ടു, ഇവിടെ M1G മൈനസ് M2G ആണ്, G കോമൺ ആണ്, ജിനെ പുറത്തെടുത്താൽ M1 മൈനസ് M2 ഇൻറ്റു G. അപ്പോൾ ആക്സിലറേഷൻ ആണെങ്കിൽ ഇവിടെ M1 പ്ലസ് M2 ഇൻറ്റു A, ഇതിനും കൊണ്ടുപോകുമ്പോൾ ഇൻറ്റു ഈ ഭാഗത്തേക്ക് പോകുമ്പോൾ ബൈ ആവും. അപ്പോൾ A ഇസ് ഈക്വൽ ടു ഇവിടെ M1 മൈനസ് M2 ഇൻറ്റു G ഡിവൈഡഡ് ബൈ ഇത് താഴേക്ക് വരിക M1 പ്ലസ് M2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം ഈസ് ഈക്വൽ ടു M1 മൈനസ് M2 ബൈ M1 പ്ലസ് M2 ഇൻറ്റു G. ഇവിടെ M1 കൂടുതലായതുകൊണ്ടാണ് M1 മൈനസ് M2 എന്ന് എടുത്തത്. ഓക്കെ. അപ്പോൾ M1 മൈനസ് M2 ഡിവൈഡ് ബൈ M1 പ്ലസ് M2 ഇൻറ്റു G. ഇതാണ് ആക്സിലറേഷൻ ഓഫ് ദി സിസ്റ്റം. ഈ സിസ്റ്റത്തിന് ആക്സിലറേഷൻ കിട്ടി. ഇനി ടെൻഷൻ കാണും. ടെൻഷൻ ആണെങ്കിൽ ഈ ആക്സിലറേഷൻ്റെ വാല്യൂ നിങ്ങൾ ഏതെങ്കിലും ഒരു ഇക്വേഷന് കൊടുത്താൽ ടെൻഷൻ കിട്ടും. ഇക്വേഷൻ 1 കൊടുത്തോളൂ. ഇക്വേഷൻ 1 കൊടുത്താൽ കറക്റ്റ് ടെൻഷൻ കിട്ടും. ഇക്വേഷൻ 2 കൊടുത്താൽ ടെൻഷൻ കിട്ടും. നമുക്ക് ഫ്രം ഇക്വേഷൻ 1 എന്ന് ശ്രദ്ധിച്ചോളൂ. ഫ്രം ഇക്വേഷൻ 1 എന്ന് ഫ്രം 1 ഇവിടെ ടെൻഷൻ്റെ ഭാഗത്തേക്ക് എടുത്താൽ T ഈസ് ഈക്വൽ ടു M1G മൈനസ് M1A. അതായത് ഇതിനെ ഇങ്ങോട്ട് എടുത്തു, ഇതിനെ ഇങ്ങോട്ട് മാറ്റി. ഓക്കെ. അപ്പോൾ M1G മൈനസ് M1 ഇൻറ്റു A എന്താ? M1 മൈനസ് M2 ബൈ M1 പ്ലസ് M2 ഇൻറ്റു G. ആ ടി നേരത്തെ അവിടെ ഉള്ളതാണ്. GT അല്ല, ET എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടി. ഇത് സോൾവ് ചെയ്യണം. ഇതെങ്ങനെ സോൾവ് ചെയ്യുക? ഇവിടെ M1G ഉണ്ട്, ഇതിന് M1G ഉണ്ട്. അതിനെ കോമൺ ആയി പുറത്തെടുത്താൽ M1G ഇൻറ്റു ഇവിടെ എന്താ 1 മൈനസ്
ഈ m1 പോയി ജിയും പോയി, ബാക്കി എന്താ ഉള്ളത്? m1 മൈനസ് m2 ബൈ m1 പ്ലസ് m2 ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 1 ഇൻറ്റു m1g പുറത്തുണ്ട്, m1g ഇൻറ്റു 1 ഇൻറ്റു m1 പ്ലസ് m2 m1 പ്ലസ് m2 മൈനസ് ഇൻറ്റു m1 മൈനസ് m1 മൈനസ് ഇൻറ്റു മൈനസ് m2 പ്ലസ് m2 ബൈ ഡിനോമിനേറ്റർ m1 പ്ലസ് m2. m1 മൈനസ് m1 ക്യാൻസൽ ചെയ്തു. m2 പ്ലസ് m2 2m2, അതായത് m1g ഇൻറ്റു 2m2 ബൈ m1 പ്ലസ് m2. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്താൽ ദാറ്റ് ഈസ് 2m1 m2g by m1 plus m2. This is the tension on the string. അപ്പോൾ ഇവിടുത്തെ ടെൻഷൻ എത്ര കിട്ടി? T is equal to 2m1 m2g by m1 plus m2. അതായത് ഇക്വേഷൻ 1 നമുക്കറിയാം m1 is m1g മൈനസ് ടി ആണ്. ഇതിനെ ടീനെ സൈഡ് മാറ്റി m1 ഈ ഭാഗത്ത് കൊണ്ടുപോയപ്പം T is equal m1g മൈനസ് m1a ആയിട്ട് മാറി. അതിനൊന്ന് ഞാൻ ജസ്റ്റ് എൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് മാത്രമേ ഉള്ളൂ. എൻ്റെ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഇങ്ങനെയായി. ഇവിടുന്ന് കോമൺ ആയിട്ട് പുറത്തെടുത്തു, റീഅറേഞ്ച് ചെയ്തു. അപ്പോൾ സ്വന്തമായിട്ട് ചെയ്ത് നോക്കണേ. അപ്പോൾ ടെൻഷൻ ഓൺ ദി സ്ട്രിങ് T is equal to 2m1 m2g by m1 plus m2. ഇനി ഇവിടുത്തെ ടെൻഷൻ ആണെങ്കിലോ ഈ ടെൻഷൻ 2t ആണ്. അപ്പോൾ 2 × 2 4. അപ്പോൾ ഇവിടുത്തെ ടെൻഷൻ ചോദിച്ചാൽ 4m1 m2g by m1 plus m2. ഇതാണ് മോഷൻ ഓഫ് കണക്റ്റഡ് ബോഡീസ്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി വെച്ചാൽ അടുത്ത് നമുക്ക് മോഷൻ ഓഫ് ലിഫ്റ്റ് കൂടി പറയാം. അപ്പോൾ ഇതൊക്കെ എൻട്രൻസിന് കൂടുതൽ ആവശ്യം. പക്ഷേ ലിഫ്റ്റിൻ്റെ മോഷൻ നമുക്ക് നമ്മുടെ കോമൺ +1 പ്ലസ് എക്സാമിലൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഇത് കറക്റ്റായിട്ട് മനസ്സിലാക്കി. ഇതവിടെ ഞാൻ 2 മോഷൻ, അതായത് ഇത് ഹൊറിസോണ്ടലായിട്ട് മൂവ് ചെയ്തു, ഇത് വെർട്ടിക്കൽ മോഷൻ, 2 സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് രണ്ടും കറക്റ്റായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, മോഷൻ ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ്. ഒരു ലിഫ്റ്റിൽ ഒരു ബോഡി മൂവ് ചെയ്യും. ലിഫ്റ്റിൽ ബോഡി മൂവ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക എന്ന് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് അനുഭവപ്പെടുന്ന വെയിറ്റ്, നമുക്കൊരു യഥാർത്ഥ വെയിറ്റ് ഉണ്ട്, അതാണ് റിയൽ വെയിറ്റ്. അനുഭവപ്പെടുന്ന വെയിറ്റ് നമുക്ക് വിളിക്കാം അപ്പാരൻ്റ് വെയിറ്റ്. അപ്പാരൻ്റ് അനുഭവപ്പെടുന്ന വെയിറ്റ്. അപ്പം നിങ്ങൾ സർഫസിൽ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ, നിങ്ങൾ സർഫസിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ വെയിറ്റ് കംപ്ലീറ്റ് ആയിട്ട് ഈ സർഫസിലേക്ക് താഴേക്ക് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സർഫസ് എന്ത് ചെയ്യുന്നുണ്ട്? തിരിച്ച് മേലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് സർഫസ് മേലേക്ക് എക്സേർട്ട് ചെയ്യുന്നതിനെ നമുക്ക് വിളിക്കുന്നത് നോർമൽ റിയാക്ഷൻ എന്നാണ്. അതായത് ഇവിടെ താഴേക്ക് ആക്ഷൻ ഉണ്ടെങ്കിൽ മേലേക്ക് റിയാക്ഷൻ ഉണ്ട്. അതാണ് ന്യൂട്ടൺസ് തേർഡ് ലോ. ടു എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏതൊരു ആക്ഷൻ ഉണ്ടോ അതിന് റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ താഴേക്ക് നിങ്ങളൊരു ആക്ഷൻ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ റിയാക്ഷൻ മേലേക്കാണ്. അത് ഈ സർഫസിന് പെർപെൻഡിക്കുലറാണ്. അതുകൊണ്ട് വിളിക്കുന്ന പേരാണ് നോർമൽ റിയാക്ഷൻ. അപ്പം നമുക്ക് അനുഭവപ്പെടുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഈ സർഫസ് നമ്മുടെ മുകളിലേക്ക് എക്സേർട്ട് ചെയ്യുന്ന, അതാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അപ്പം നമുക്ക് അനുഭവപ്പെടുന്ന വെയിറ്റ് അപ്പാരൻ്റ് വെയിറ്റ്. അപ്പം ലിഫ്റ്റിൽ മൂവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് വെയിറ്റിന് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ നമുക്ക് നോക്കാം. അപ്പോൾ ശ്രദ്ധിച്ചോളൂ, ഒരു ലിഫ്റ്റ് കൺസിഡർ ചെയ്യുന്നു. ഈ ലിഫ്റ്റിൽ ഒരു ബോഡി, ഈ ബോഡിയാണ്, ഇയാളുടെ വെയിറ്റ് mg താഴേക്കാണ്. അപ്പോൾ താഴേക്ക് mgയുടെ ഫലമായിട്ട് നമ്മൾ താഴ്ന്നു പോകുന്നില്ല. എന്തേ? ഈ സർഫസ് മേലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ ഈ സർഫസ് മേലേക്ക്, ഇവിടെ ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് മേലേക്ക്. ഞാനിവിടെ ഡയറക്ഷൻ, ഇവിടെ മേലേക്ക് ഈ കാലിൻ്റെ മേലെ എക്സേർട്ട് ചെയ്യുന്നു. ഏത് ഭാഗമാണോ സർഫസ് ടച്ച് ചെയ്യുന്നത് അവിടെയാണ് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫോഴ്സ് എക്സേർട്ട്, ഞാൻ ഇതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെ മേലേക്ക് കാണിക്കുന്നു മാത്രം, ഈ ഡയറക്ഷൻ. ഇതിനെ വിളിക്കുന്ന പേരാണ് നോർമൽ റിയാക്ഷൻ. എന്താണ്? നോർമൽ റിയാക്ഷൻ. നോർമൽ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു സർഫസിൻ്റെ മേലെ ഒരു ബോഡി വെച്ചാൽ ആ ബോഡിയുടെ മേലേക്ക് സർഫസ് എക്സേർട്ട് ചെയ്യുന്ന റിയാക്ഷൻ അത് നോർമൽ, ആ സർഫസിന് പെർപെൻഡിക്കുലറായിട്ട്, അതാണ് നോർമൽ റിയാക്ഷൻ. ഈ നോർമൽ റിയാക്ഷനാണ് നമുക്ക് അനുഭവപ്പെടുന്ന വെയിറ്റ്. അപ്പോൾ നിങ്ങളൊരു സർഫസിൽ നിൽക്കുകയാണെങ്കിൽ നിങ്ങളുടെ കാലിന് മുകളിലോട്ട് നിങ്ങൾക്കൊരു വെയിറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നാൽ അത് ഈ സർഫസ് എക്സേർട്ട് ചെയ്യുന്ന നോർമൽ റിയാക്ഷനാണ്. ഓക്കെ,
അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചോ, ഇവിടെ നമുക്ക് ആദ്യമായിട്ട് ലിഫ്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്, കേസ് 1, ലിഫ്റ്റ് ഈസ് അറ്റ് റെസ്റ്റ്, ലിഫ്റ്റ് ഈസ് അറ്റ് റെസ്റ്റ് ഓർ ഇൻ എ യൂണിഫോം മോഷൻ. ഈ കേസിൽ എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ ആക്സിലറേഷൻ 0 ആണ്, യൂണിഫോം മോഷനിലാണെങ്കിലും ആക്സിലറേഷൻ എന്ത് തന്നെയാണ് 0 ആണ്. അപ്പോൾ ഈ ലിഫ്റ്റ് യൂണിഫോം മോഷനിലാണ്, ഒന്നുകിൽ മേലേക്ക് അല്ലെ താഴേക്ക് മൂവ് ചെയ്യുന്നു. നമ്മുടെ അസ്യൂം ചെയ്യാം ഇതെങ്ങോട്ടാണ്, ലിഫ്റ്റ് നിങ്ങൾ മേലേക്ക് കയറുന്നു, ലിഫ്റ്റ് മേലേക്ക് കയറും, അപ്പോൾ മേലേക്ക് പോകും, ആക്സിലറേഷൻ. അപ്പം ആക്സിലറേഷൻ അല്ല, യൂണിഫോം മോഷൻ. ഒന്നുകിൽ ലിഫ്റ്റ് എന്ത് ചെയ്യുന്നു, റെസ്റ്റിലാണ്, അല്ലെങ്കിൽ യൂണിഫോം മോഷനിൽ മേലേക്കോ താഴേക്കോ മൂവ് ചെയ്യുന്നു. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ബോഡി ഇയാളുടെ മാസ് m ആണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ ഫോഴ്സ് എന്നാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ, ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ ഇവിടെ, മാസ് ഇൻറ്റു ആക്സിലറേഷൻ. ഇത് മേലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ഈ മേലേക്കുള്ള ഫോഴ്സ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, താഴേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ താഴേക്കുള്ള ഫോഴ്സാണ് കൂടുതൽ ഉണ്ടാവുക. n മൈനസ് താഴേക്കുള്ള ഫോഴ്സ് ഏതാ, n മേലേക്കുള്ള ഫോഴ്സ് മൈനസ് mg, n മൈനസ് mg. ഹിയർ ഈ കേസിൽ ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിലും യൂണിഫോം മോഷനിലാണെങ്കിലും ആക്സിലറേഷൻ 0 അല്ലേ. ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിൽ ആക്സിലറേഷൻ 0, യൂണിഫോം മോഷൻ ആണെങ്കിലും ആക്സിലറേഷൻ 0 അല്ലേ. അപ്പോൾ ഇവിടെ ആക്സിലറേഷൻ 0 ആണെങ്കിൽ ഈ ടേം 0 ആയിപ്പോയി. അപ്പോൾ നമുക്ക് എഴുതാം 0 ഈസ് ഈക്വൽ ടു n മൈനസ് mg, അല്ലെങ്കിൽ n ഈസ് ഈക്വൽ ടു mg. എന്ന് പറഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടുന്ന വെയിറ്റ്, അപ്പാരൻ്റ് വെയിറ്റ് ആണ് നമുക്ക് അനുഭവപ്പെടുന്ന വെയിറ്റ്, ഈക്വൽ ടു mg എന്ന് പറഞ്ഞാൽ യഥാർത്ഥ വെയിറ്റ് ആണ്. അപ്പം ഒരു ലിഫ്റ്റ് റെസ്റ്റിലാണെങ്കിലും യൂണിഫോം മോഷനിലാണെങ്കിലും നമുക്ക് വെയിറ്റ് കൂടുതലായിട്ടോ കുറവായിട്ടോ ഒന്നും അനുഭവപ്പെടില്ല, നമ്മുടെ വെയിറ്റ് മാത്രമേ നമുക്ക് അനുഭവപ്പെടുള്ളൂ. ഓക്കെ, നമ്മുടെ വെയിറ്റ് എത്രയാണോ ആ വെയിറ്റ് മാത്രമേ നമുക്ക് അനുഭവപ്പെടുള്ളൂ. ഓക്കെ, എപ്പോഴേ, ലിഫ്റ്റ് റെസ്റ്റിലാവുമ്പോൾ അല്ലെങ്കിൽ യൂണിഫോം മോഷനിലാണെങ്കിലും. ഇനി ശ്രദ്ധിച്ചു രണ്ടാമത്തെ സിറ്റുവേഷൻ, കേസ് 2. ലിഫ്റ്റ് ഈസ് ആക്സിലറേറ്റിംഗ്, ലിഫ്റ്റ് ഈസ് ആക്സിലറേറ്റിംഗ് അപ്വേർഡ്, മേലേക്ക് ആക്സിലേറ്റ് ചെയ്യുന്നു. അപ്പം മേലേക്ക് ആക്സിലേറ്റ് ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, മേലേക്ക് ഈ ലിഫ്റ്റ് മേലേക്ക് ആക്സിലേറ്റ് ചെയ്യുന്നു, ആക്സിലേറ്റിംഗ് അപ്വേർഡ്. ഇയാളുടെ വെയിറ്റ് നോർമൽ റിയാക്ഷൻ മേലേക്കാണ്, mg താഴേക്കാണ്. അപ്പോൾ ഇവിടെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് മേലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് ma ഈസ് ഈക്വൽ ടു മേലേക്കുള്ളത് മൈനസ് താഴേക്കുള്ളത് n മൈനസ് mg. ഈ മൈനസ് mg കൊടുത്താൽ മൈനസ് പ്ലസ് ma പ്ലസ് mg ഇസ് ഈക്വൽ ടു n, അല്ലെങ്കിൽ n ഇസ് ഈക്വൽ ടു mg പ്ലസ് ma എന്ന് എഴുതിക്കൂടെ, mg പ്ലസ് ma. അതായത് ഇവിടെ ശ്രദ്ധിച്ചോ, mg റിയൽ വെയിറ്റ് ആണ്, ma എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുറച്ച് കൂടുതലുമാണ്. അപ്പം n എന്ന് പറഞ്ഞാൽ അപ്പാരൻ്റ് വെയിറ്റ്. ഈ അപ്പാരൻ്റ് വെയിറ്റ് കിട്ടണമെങ്കിൽ mgയോട് കൂടി ഒരു ടേം കൂടി ആഡ് ചെയ്യണം. സോ വി ക്യാൻ സേ അപ്പാരൻ്റ് വെയിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റിയൽ വെയിറ്റ്. അപ്പോൾ ലിഫ്റ്റ് മേലേക്ക് ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ അപ്പാരൻ്റ് വെയിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റിയൽ വെയിറ്റ്. നമുക്ക് യഥാർത്ഥ വെയിറ്റിനേക്കാൾ കൂടുതലായിട്ട് അനുഭവപ്പെടും എപ്പോഴ്, ഇത് മേലേക്ക് ആക്സിലറേറ്റ് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, ഇനി താഴേക്കാണ് ആക്സിലറേറ്റ് ചെയ്യുന്നതെങ്കിലോ, ലിഫ്റ്റ് ഈസ് ആക്സിലേറ്റിംഗ് ഡൗൺവേർഡ്, താഴേക്കാണ് ആക്സിലേറ്റ് ചെയ്യുന്നതെങ്കിലോ ശ്രദ്ധിച്ച്, ഡൗൺവേർഡ് താഴേക്ക് ആക്സിലേറ്റ് ചെയ്യുന്നു, താഴേക്കാണ് ആക്സിലേറ്റ് ചെയ്യുന്നത്, ഇയാളുടെ വെയിറ്റ് mg താഴേക്ക്, നോർമൽ റിയാക്ഷൻ മേലേക്ക്. അപ്പം അങ്ങനെയാണെങ്കിൽ നെറ്റ് എക്സ്റ്റേണൽ ഫോഴ്സ് മാസ് ഓഫ് ദ ബോഡി ഇൻറ്റു ആക്സിലേഷൻ ഈസ് ഈക്വൽ ടു, ഇത് താഴേക്കാണ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഏതാ കൂടുതൽ ഉണ്ടാവുക, താഴേക്കുള്ള mg ആണോ മേലേക്കുള്ള n ആണോ കൂടുതൽ ഉണ്ടാവുക? താഴേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ആ ഡയറക്ഷനിൽ ഫോഴ്സ് ആണ് കൂടുതൽ ഉണ്ടാവുക, mg മൈനസ് n. അപ്പോൾ ഈ n ഇങ്ങോട്ട് എടുത്താൽ n ഇസ് ഈക്വൽ ടു mg മൈനസ് ma. ശ്രദ്ധിച്ച്, ഇവിടെ നമ്മുടെ അപ്പാരൻ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ n കിട്ടണമെങ്കിൽ mg റിയൽ വെയിറ്റിൽ നിന്ന് ma മൈനസ് ചെയ്യണം.
അപ്പോൾ യഥാർത്ഥ വെയിറ്റിൽ നിന്ന് ഒരു ക്വാണ്ടിറ്റി കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എന്താ പറയാം, അപ്പാരൻറ്റ് വെയിറ്റ് ഈസ് ലെസ് ദാൻ റിയൽ വെയിറ്റ്. യഥാർത്ഥ വെയിറ്റിനേക്കാൾ കുറവാണെന്ത്, അപ്പാരൻറ്റ് വെയിറ്റ്. എപ്പോഴ് ലിഫ്റ്റ് ഈസ് ആക്സിലറേറ്റിംഗ് ഡൗൺവേർഡ്, താഴേക്ക് ആക്സിലറേറ്റ് ചെയ്യുന്ന സമയത്ത്. ഇനി അവസാനം, ദ ലിഫ്റ്റ് മെക്കാനിസം ഈസ് ഫെയിൽഡ് ആൻഡ് ദ റോപ്പ് ഈസ് ബ്രോക്കൺ. ഈ ലിഫ്റ്റ് മെക്കാനിസം ഫെയിലായി, ആ റോപ്പ് പൊട്ടിപ്പോയാൽ എന്താ സംഭവിക്കുക, then the lift is in free fall. ലിഫ്റ്റ് എന്തെല്ലാം ഉണ്ടാവുക, ഫ്രീ ഫാൾ. അപ്പം റോപ്പ് ബ്രേക്ക് ചെയ്താൽ ഫ്രീ ഫാൾ ആണെങ്കിൽ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സോ അപ്പാരൻറ്റ് വെയിറ്റ് എൻ ഈസ് ഈക്വൽ ടു എം ജി മൈനസ് എൻ്റെ സ്ഥാനത്ത് ജി കൊടുത്താൽ എം ജി മൈനസ് എം ജി ഈക്വൽ ടു 0. അപ്പോൾ ലിഫ്റ്റ് മെക്കാനിസം ഫെയിലായി ആ റോപ്പ് ബ്രേക്ക് ചെയ്താൽ അപ്പാരൻറ്റ് വെയിറ്റ് ഈസ് 0, വിച്ച് മീൻസ് that body feels weightlessness. ആ ബോഡിക്ക് എന്ത് ഫീൽ ചെയ്യുന്നു, വെയ്റ്റ്ലെസ്നെസ് ഫീൽ ചെയ്യുന്നു, വെയിറ്റ് ഇല്ലാത്ത ഒരു അവസ്ഥ ഫീൽ ചെയ്യുന്നു. ഓക്കെ, ഇതാണ് മോഷൻ ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ്. അപ്പോൾ ലിഫ്റ്റിൽ മൂവ് ചെയ്യുന്ന സമയത്ത് ലിഫ്റ്റ് റെസ്റ്റിലോ യൂണിഫോം മോഷനിലോ ആണെങ്കിൽ ഇൻ ബോത്ത് കേസ് അപ്പാരൻറ്റ് വെയിറ്റ് ഈസ് റിയൽ വെയിറ്റ്. അദ്ദേഹത്തിന് അനുഭവപ്പെടുന്നത് യഥാർത്ഥ വെയിറ്റ് മാത്രമാണ്. ലിഫ്റ്റ് മേലേക്ക് ആക്സിലേറ്റ് ചെയ്യുകയാണെങ്കിലോ അപ്പാരൻറ്റ് വെയിറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ റിയൽ വെയിറ്റ്, യഥാർത്ഥ വെയിറ്റിനേക്കാൾ കൂടുതലായിട്ട് അനുഭവപ്പെടും. ലിഫ്റ്റ് താഴേക്കാണ് ആക്സിലേറ്റ് ചെയ്യുന്നതെങ്കിലോ അപ്പാരൻറ്റ് വെയിറ്റ് ഈസ് ലെസ് ദാൻ റിയൽ വെയിറ്റ്, യഥാർത്ഥ വെയിറ്റിനേക്കാൾ കുറവായിട്ടാണ് അനുഭവപ്പെടുന്നത്. ഇനി അവസാനമായിട്ട് ലിഫ്റ്റ് മെക്കാനിസം ഫെയിലായി റോപ്പ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രീ ഫാൾ ആണ്. ഫ്രീ ഫാൾ ആണെങ്കിൽ ബോഡി ഫീൽസ് വെയ്റ്റ്ലെസ്നെസ്, ബോഡിക്ക് വെയിറ്റ് ഉണ്ടാവില്ല. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മോഷൻ ഓഫ് എ ബോഡി ഇൻ എ ലിഫ്റ്റ്. ഓക്കെ, അപ്പോൾ ഫോഴ്സിനെ കുറിച്ചും ആക്സിലേഷനെ കുറിച്ചും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തൊരു ഫോഴ്സ് നോക്കാം, ഇമ്പൾസീവ് ഫോഴ്സ്. വാട്ട് ഈസ് ഇമ്പൾസീവ് ഫോഴ്സ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും ആവേഗ ബലം. എന്താ ആവേഗ ബലം? ഇമ്പൾസീവ് ഫോഴ്സ്. ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് ദ very large force acting on a very small interval of time. വളരെ ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിൽ ആക്ട് ചെയ്യുന്ന വെരി ലാർജ് ഫോഴ്സ്. എക്സാമ്പിൾ, ഹാമറിങ് ഓഫ് എ നെയിൽ. നിങ്ങളൊരു ആണി അടിക്കുകയാണ്, ഒരാണി ഒരു വാളിൻ്റെ മേലേക്ക് അടിച്ച് കയറ്റുകയാണെങ്കിൽ ഇങ്ങനെ അടിക്കുന്ന സമയത്തോടെ കൊളൈഡ് ചെയ്യുമ്പം വളരെ ചെറിയൊരു ടൈം മാത്രമേ ഉള്ളൂ, പക്ഷേ ലാർജ് ഫോഴ്സ് അല്ലേ. അല്ലാതെ നമ്മൾ ഈ ഹാമർ ഉപയോഗിച്ച് ഇങ്ങനെ തൊടുക ചെയ്യുക അല്ല, അടിച്ച് കയറ്റും. അതായത് ലാർജ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നു വെരി സ്മോൾ ഇൻ്റർവെല്ലിൽ. അതുപോലെ കിക്കിംഗ് ഓഫ് എ ബോൾ, ഒരു ബോൾ കിക്ക് ചെയ്യുകയാണെങ്കിലോ കിക്ക് ചെയ്യാൻ എടുക്കുന്ന സമയം, ആ ബോളിൻ്റെ മേലെ നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന കോണ്ടാക്റ്റുള്ള സമയം വളരെ കുറച്ചാണ്, പക്ഷേ ആക്ട് ചെയ്യുന്ന ഫോഴ്സോ വെരി ലാർജ് ഫോഴ്സാണ്. രണ്ട് ബോഡി തമ്മിൽ കൊളൈഡ് ചെയ്യുന്നു. ഇങ്ങനെ വന്ന് കൊളൈഡ് ചെയ്താൽ ഈ കൊളിഷൻ്റെ ഫലമായിട്ട് ഒരു ബോഡി മറ്റേ ബോഡിൻ്റെ മേലെ എക്സെൽ ചെയ്യുന്ന ഫോഴ്സ്, ആ ഫോഴ്സും വെരി ലാർജ് ഫോഴ്സാണ്. അപ്പോൾ നമുക്കെന്ന് പറയാം, ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് ദ വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഓൺ എ ബോഡി അറ്റ് എ വെരി സ്മോൾ ഇൻ്റർവൽ ഓഫ് ടൈം. വളരെ ചെറിയൊരു ടൈം ഇൻ്റർവലിൽ ആക്ട് ചെയ്യുന്ന ലാർജ് ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് ഇമ്പൾസീവ് ഫോഴ്സ്. ഓക്കെ, അപ്പോൾ ഇമ്പൾസീവ് ഫോഴ്സ് ഉണ്ടെങ്കിൽ ഈ ഇമ്പൾസീവ് ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് എന്താണോ സംഭവിക്കുന്നത്, ആ ആഫ്റ്റർ എഫക്റ്റ് ഓഫ് ഇമ്പൾസീവ് ഫോഴ്സ്, ഇമ്പൾസീവ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ടോ ദാറ്റ് ഈസ് കോൾഡ് ഇമ്പൾസ്, ആവേഗം, ഇമ്പൾസ്. ഇവിടെ ഇമ്പൾസീവ് ഫോഴ്സിന് രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് ഹാമറിങ് ഓഫ് എ നെയിൽ, ആണി അടിക്കുന്നത് ഇമ്പൾസീവ് ഫോഴ്സാണ്. കൊളിഷൻ ബിറ്റ്വീൻ വെഹിക്കിൾസ്, വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ എക്സെൽ ചെയ്യുന്ന ഫോഴ്സ് ഇമ്പൾസീവ് ഫോഴ്സാണ്. ഫോഴ്സ് അതേപോലെ തന്നെ പിന്നെന്താ പറഞ്ഞത്, കിക്കിംഗ് ഓഫ് എ ബോൾ, ഒരു ബോൾ കിക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോഴും എന്താണ്, ഇമ്പൾസീവ് ഫോഴ്സാണ്. ഈ ഇമ്പൾസീവ് ഫോഴ്സ് ആക്ടിങ് ഫലമായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ടോ അതാണ് ഇമ്പൾസ്. ദാറ്റ് ഇമ്പൾസ് ഈസ് കാൽക്കുലേറ്റഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ടൈം, ഫോഴ്സ് ഇൻറ്റു ടൈം. അപ്പോൾ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ടൈം. അപ്പോൾ ഇവിടുത്തെ വെരി സ്മോൾ ഫോഴ്സ് ആണ്, അതേപോലെ സ്മോൾ ടൈം ആണ്, വെരി ലാർജ് ഫോഴ്സ് ആണ്. വി ഹാവ് സീൻ ദാറ്റ് ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് ഈസ് ഈക്വൽ, നമ്മൾ എന്താ പഠിച്ചത്, ഡി പി ബൈ ഡി ടി എന്ന് പഠിച്ചിട്ടില്ലേ. ന്യൂട്ടൺ സെക്കൻഡ് ലോ എഫ് ഈസ് ഈക്വൽ ടു ഡി പി ബൈ ഡി ടി. ഈ ഡി ടി കൊടുത്ത് എന്താ കിട്ടുക, ഫോഴ്സ് എഫ് ഇൻറ്റു
ഡി ടി ഈസ് ഈക്വൽ ടു ഡി പി. എന്താ എഫ് എന്ന് പറഞ്ഞാൽ ഫോഴ്സാണ്, ഡി ടി എന്ന് പറഞ്ഞാൽ വെരി സ്മോൾ ടൈമാണ്. ഫോഴ്സ് ഇൻറ്റു ടൈം, എന്താ ഫോഴ്സ് ഇൻറ്റു ടൈം? ഇമ്പൾസ്. ദാറ്റ് ഈസ് ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ഡി പി. എന്താ ഡി പി എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്രദ്ധിച്ചോളൂ, പി എന്ന് പറഞ്ഞാൽ മൊമെൻ്റമാണ്, ഡി പി എന്ന് പറഞ്ഞാലോ സ്മോൾ ചേഞ്ച് ഇൻ മൊമെൻ്റം. അപ്പോൾ നമുക്കെന്താ പറയാം? ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻ്റം. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻ്റം. അപ്പോൾ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻ്റം, ഇതാണ് ഇമ്പൾസിനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻ്റം. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻ്റം. അപ്പോൾ ഈ ഇമ്പൾസ് അല്ലെങ്കിൽ ഇമ്പൾസീവ് ഫോഴ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്ന്, ഒരു ക്രിക്കറ്റർ എന്ത് ചെയ്യുന്നു? ലോവേഴ്സ് ഹിസ് ഹാൻഡ്സ് വൈൽ ക്യാച്ചിങ് എ ബോൾ. ഒരു ക്രിക്കറ്റർ ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ കൈ ഇങ്ങനെ ബാക്കോട്ട് വലിക്കുന്നുണ്ട്. എന്തിനാണ് കൈ ബാക്കോട്ട് വലിക്കുന്നത്? അത് വളരെ ഫാസ്റ്റായിട്ട് വരുന്ന ബോൾ കയ്യിൽ ടച്ച് ചെയ്തു, അതിനുശേഷം ഇങ്ങനെ ബാക്കോട്ട് വലിക്കുമ്പം അതിൻ്റെ വെലോസിറ്റി ഗ്രാജുവലായിട്ട് ഡിക്രീസ് ചെയ്ത് സീറോയിലേക്ക് മാറുന്നു. അപ്പം ഇത് മൊമെൻറ്റം, ആദ്യം ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു, ഇപ്പം മൊമെൻറ്റം റെസ്റ്റിലായാൽ സീറോ ആയിട്ട് മാറും. അപ്പോൾ സീറോ സഡൻ ആയിട്ട് മാറിയ ഫലമായിട്ട് കുറച്ച് ടൈം എടുത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അത് റെസ്റ്റിലാവുന്നതെങ്കിൽ ടൈം കൂടിക്കഴിഞ്ഞാൽ ഫോഴ്സ് അവിടെ എക്സൈഡ് ചെയ്യുന്ന ഇമ്പൾസീവ് ഫോഴ്സ് കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ നേരെ ഇങ്ങനെ ഒരു ക്രിക്കറ്ററാണ് ബോൾ പിടിക്കും, ഇങ്ങനെ കൈ വെച്ചാൽ ഇവിടെ വെരി ലാർജ് ഫോഴ്സ് എക്സൈഡ് ചെയ്യുമ്പോൾ കൈ വേദനിക്കും. അതേസമയം ഇങ്ങനെ പിടിച്ച് ബാക്കോട്ട് ഇങ്ങനെ വലിച്ചിട്ടാണ് റെസ്റ്റ് ആക്കുന്നതെങ്കിലോ കൈ ഇങ്ങനെ വേദനിക്കില്ല. എന്ത്? അവിടെ എക്സൈഡ് ചെയ്യുന്ന ഇമ്പൾസീവ് ഫോഴ്സ് എന്തായിരിക്കും? കുറവായിരിക്കും. അതേപോലെ നമ്മുടെ ഒരുപാട് ആപ്ലിക്കേഷൻ, നമ്മൾ ഷോക്ക് അബ്സോർബർ, വെഹിക്കിൾ വാഹനങ്ങളിൽ ഉണ്ടാകുന്ന ഷോക്ക് അബ്സോർബർ, നമ്മൾ ഷോക്ക് അബ്സോർബർ എന്ന് പറയാറില്ലേ? ഷോക്ക് അബ്സോർബർ. ഈ ഷോക്ക് അബ്സോർബർ എന്താ ചെയ്യുന്നത്? ശരിക്കും ഷോക്ക് അബ്സോർബർ എന്ന് പറഞ്ഞാൽ ഒരു സിലിണ്ടറിൽ കുറച്ച് ഓയിൽ ഉണ്ടാവും. അതായത് ഒരു സിലിണ്ടർ, ഈ സിലിണ്ടറിൽ ഓയിൽ ഉണ്ടാവും, ഇതിലേക്ക് അടുത്ത സിലിണ്ടർ ഇറങ്ങിയൊക്കെ ചെയ്യാം. അപ്പോൾ ഇതുമായിട്ടാണ് നമ്മുടെ സീറ്റും ബാക്കിയുള്ളതൊക്കെ അസോസിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡിപ്പിൽ വീഴാണെങ്കിൽ, ഒരു കുഴിയിൽ ചാടിയാൽ ഇതിങ്ങനെ സാവധാനം താഴേക്ക് വരികയുള്ളൂ. ഇവിടെ ഷോക്ക് അബ്സോർബർ അല്ലെങ്കിൽ പെട്ടെന്ന് താഴേക്ക് വീഴുന്നു. പെട്ടെന്ന് താഴേക്ക് വീണാൽ എന്താ സംഭവിക്കുക? നമ്മൾ ഇരിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്ക് എന്തെങ്കിലും പറ്റാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഇത് സാവധാനം, ഷോക്ക് അബ്സോർബർ ഉണ്ടെങ്കിൽ സാവധാനം ഈ ഓയിലിലൂടെ താഴേക്ക് വരുന്നു. താഴേക്ക് വരുന്ന സമയത്ത് ഇതിൻ്റെ മൊമെൻറ്റം സീറോ ചേഞ്ച് ചെയ്യാൻ എടുക്കുന്ന ടൈം കൂടുന്നു. അപ്പോൾ ഇവിടുത്തെ ഇമ്പൾസീവ് ഫോഴ്സ് കുറയുന്നു. അതേപോലെ നമ്മുടെ ജമ്പിങ് പിറ്റുകളെല്ലാം ലൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് സാൻഡ് ആയിരിക്കും, അല്ലേ? നമ്മൾ ചാടാൻ ജമ്പിങ്ങിന് പിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ കംപ്ലീറ്റ് ആയിട്ട് സാൻഡ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, ലൂസ്ലി ബൗണ്ടാണ്. അതൊരിക്കലും നമ്മൾ കോൺക്രീറ്റ് ചെയ്ത് ഉറപ്പിക്കില്ല. അവിടെ കോൺക്രീറ്റ് ആക്കി എന്താ കുഴപ്പം? നല്ല കോൺക്രീറ്റ് സ്ലാബ് ആക്കിയാൽ നമ്മൾ ചാടി വീഴുന്ന സമയത്ത് സഡൻ ബ്രേക്കിംഗ് ആകുമ്പോൾ കൈയും കാലമൊക്കെ പൊട്ടിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതേസമയത്ത് ലൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് സാൻഡ് ആണെങ്കിൽ അതിലേക്ക് വീഴുമ്പം എന്ത് ചെയ്യുന്നു? അല്പം സ്ലിപ്പായതിനു ശേഷമാണ് അവിടെ റെസ്റ്റിലാവുന്നത്. അപ്പോൾ റെസ്റ്റിലാവാൻ എടുക്കുന്ന ടൈം കൂടുതലായതുകൊണ്ട് അവിടെ എക്സേർട്ട് ചെയ്യുന്ന ഇമ്പൾസീവ് ഫോഴ്സ് കുറയുന്നു. അപ്പോൾ ഈ ഇമ്പൾസീവ് ഫോഴ്സ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയാണ് കൈ ബാക്കോട്ട് വലിക്കുന്നത്, ഷോക്ക് അബ്സോർബർ ഉപയോഗിക്കുന്നത്. ജമ്പിങ് പിറ്റിൽ എന്ത് ഉപയോഗിക്കുന്നത്? ലൂസ്ലി ഡിസ്ട്രിബ്യൂട്ടഡ് സാൻഡ്, ആ സാൻഡ് ലൂസായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതേപോലെ നമ്മുടെ വാഹനങ്ങൾ, വെഹിക്കിളിലെ സീറ്റ് നല്ല കുഷ്യൻ ഉണ്ടാവും, അല്ലേ? സീറ്റ് എന്താ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ കാറിലെ സീറ്റിന് പകരമായിട്ട് ഒരു ബെഞ്ച് എടുത്തിട്ട് ഞാൻ നമ്മുടെ റോഡിലൂടെ പോയി എന്താ സംഭവിക്കുക? അല്ല, പിന്നെ ബസ്സിലെ സീറ്റൊക്കെ മാറ്റി ഒരു ബെഞ്ച് എടുക്കുക, മരത്തിൻ്റെ ബെഞ്ച് എടുത്തിട്ട്, എന്നിട്ട് അതിൻ്റെ മേലെ കയറി ഇരുന്നിട്ട് നമ്മുടെ ബസ് ഈ റോഡിലൂടെ പോയി എന്തായിരിക്കും അവസ്ഥ? എന്താ അവിടെ സംഭവിക്കുന്നത്? ആ സീറ്റ് ആണെങ്കിൽ സീറ്റിന് സ്പോഞ്ച് ഉപയോഗിക്കുന്ന സമയത്ത് നമ്മൾ സാവധാനേ താഴേക്ക് വരുള്ളൂ. അപ്പോൾ അതിന് ഇമ്പൾസീവ് ഫോഴ്സ് കുറവായിരിക്കും. അതേ സമയത്ത് നമ്മുടെ മരപ്പലക ഉപയോഗിച്ച് അവിടെ ഫാസ്റ്റ് താഴേക്ക് വീഴും, ഫോഴ്സ് കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഡെയിലി ലൈഫിൽ ഒരുപാട് ആപ്ലിക്കേഷൻ ഉള്ളതാണ് ഇമ്പൾസും ഇമ്പൾസീവ് ഫോഴ്സും. അപ്പോൾ ഇമ്പൾസ് കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? മൊമെൻറ്റം, ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ് കാണേണ്ടത്. അപ്പോൾ മൊമെൻറ്റം ചേഞ്ച് എങ്ങനെ കാണാൻ ശ്രദ്ധിച്ചോളൂ. ഒരു ബോൾ, അതായത് ഡിഫറെൻറ്റ് സിറ്റുവേഷനാണ് മൊമെൻറ്റം ചേഞ്ച്. ഇവിടെ ഒരു ബോൾ, മാസ്സുള്ള ബോൾ ഇങ്ങോട്ട് പോകുന്ന വെലോസിറ്റി വെലോസിറ്റിയിൽ, എന്നിട്ടോ ഇത് ഇവിടെ പോയി കൊളൈഡ് ചെയ്തു, അതേപോലെ തിരിച്ചു വരുന്നു വിത്ത് എ വെലോസിറ്റി v. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ചേഞ്ച് ഓഫ് മൊമെൻറ്റം എന്താ? ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. മൊമെൻറ്റത്തിൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഈസ് ഈക്വൽ ടു ഫൈനൽ മൊമെൻറ്റം മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം. ഇതല്ലേ ചേഞ്ച് ഇൻ മൊമെൻറ്റം? ഞാൻ ഈ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഡെൽറ്റ പി എന്ന് എടുത്തു. ഫൈനൽ മൊമെൻറ്റം മാസ് ഇൻറ്റു ഫൈനൽ വെലോസിറ്റി mv മൈനസ് ഇനീഷ്യൽ മൊമെൻറ്റം
mass into initial velocity u. But these two momentum are opposite. നോക്കിയേ, ഇനീഷ്യൽ മൊമെൻറ്റം ഇങ്ങോട്ടാണെങ്കിൽ ഫൈനൽ മൊമെൻറ്റം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണല്ലോ. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് ഇതിന് മൈനസ് കൊടുക്കാം. അപ്പോൾ എം വി മൈനസ് എം യു ദാറ്റ് ഈസ് എം ഇൻറ്റു വി മൈനസിന് മൈനസ് എന്തായിട്ട് മാറി പ്ലസ് യു, വി പ്ലസ് യു ആയിട്ട് മാറുന്നു. അപ്പോൾ ഇവിടെ ചേഞ്ച് ഓഫ് മൊമെൻറ്റം, ഒരു ബോൾ റീബൗണ്ട് ചെയ്യുകയാണെങ്കിൽ ചേഞ്ച് ഓഫ് മൊമെൻറ്റം എം ഇൻറ്റു വി പ്ലസ് യു, വി മൈനസ് യു അല്ല. എന്താ ഇവിടെ പ്ലസ് ആവാൻ കാരണം? ഇവിടെ ഇനീഷ്യൽ മൊമെൻറ്റം റൈറ്റിലോട്ടാണെങ്കിൽ ഫൈനൽ മൊമെൻറ്റം ലെഫ്റ്റിലോട്ടാണ്. രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആവുന്ന സമയത്ത് ഇവിടെ എം വി മൈനസ് എം യു. എന്തേ മൈനസ് എടുക്കാൻ കാരണം? ഈ എം വിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് എം യു ഉള്ളത്. അപ്പോൾ ചേഞ്ച് ഓഫ് മൊമെൻറ്റം നമുക്ക് കിട്ടി. ഇവിടെ വിയും യും, അതായത് ഇഫ് ദ ബോൾ റീബൗണ്ട്സ് വിത്ത് സെയിം സ്പീഡ്, ബോൾ റീബൗണ്ട്സ് വിത്ത് സെയിം സ്പീഡ് ആണെങ്കിലോ, റീബൗണ്ട്സ് വിത്ത് സെയിം സ്പീഡാണ് എന്താ സംഭവിക്കുക? സെയിം സ്പീഡിൽ റീബൗണ്ട് ചെയ്താൽ, അതായത് വി ഈസ് ഈക്വൽ ടു യു, യും വിയും ഈക്വൽ ആണെങ്കിൽ ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഡെൽറ്റ പി ഈസ് ഈക്വൽ ടു 2mu അല്ലെങ്കിൽ 2mv എന്ന് എഴുതാം. അതായത് വിയും യും ഈക്വൽ ആണെങ്കിൽ വി പ്ലസ് യു ഇസ് ഈക്വൽ, അതായത് വിയും 2u എന്ന് എഴുതാം. അപ്പോൾ 2mu അല്ലെങ്കിൽ 2mv എന്ന് എഴുതാം. ഓക്കെ, ഇതാണ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം. ഇതിനൊരു എക്സാമ്പിൾ ശ്രദ്ധിച്ചോളൂ. എ ക്രിക്കറ്റർ ഹിറ്റ്സ് എ ബോൾ. ഒരു ക്രിക്കറ്റർ ബോളിനെ അടിച്ചു തെറിപ്പിക്കുന്നു. ഒരു ബാറ്റ് ഉപയോഗിച്ച് ക്രിക്കറ്റർ ബോളിനെ അടിച്ചു തെറിപ്പിക്കുന്നു. ശ്രദ്ധിക്കുക, ഒരു ബോളിനെ ക്രിക്കറ്റ് ബാറ്റ് ഉപയോഗിച്ച് ബോളിനെ അടിച്ചു തെറിപ്പിക്കുന്നു. ഈ ബോള് ഇനീഷ്യലി വരുന്ന സ്പീഡ്, അതായത് 100 ഗ്രാം മാസുള്ള ബോളാണ്. ഈ ബോൾ നേരെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നു, ഇവിടെ തന്നെ അടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു. ഇങ്ങോട്ട് വന്ന സ്പീഡ് 12 മീറ്റർ പെർ സെക്കൻഡ് ആണ്. അതേ സ്പീഡിലാണ് തിരിച്ചും അടിച്ചു തെറിപ്പിച്ചതെങ്കിൽ വാട്ട് ഈസ് ദ, ഇത് നടക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ 0.1 സെക്കൻഡ് കൊണ്ടാണ്. 0.1 സെക്കൻഡ് കൊണ്ടാണ് അടിച്ചു തെറിപ്പിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ ഫോഴ്സ് എത്രയായിരിക്കും? 0.1 സെക്കൻഡ് അടിച്ചു തെറിപ്പിച്ചാൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം ബൈ ടൈം dp/dt, ദാറ്റ് ഈസ് എഫ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. അപ്പോൾ മൊമെൻറ്റത്തിന് ചേഞ്ച് എടുക്കുമ്പം ഇത് റീബൗണ്ട് ചെയ്യാണ്, അതായത് യും വിയും ഈക്വൽ ആണ്. അപ്പോൾ ചേഞ്ച് ഇൻ മൊമെൻറ്റം 2mu ബൈ ടൈം t ആണ്. അപ്പോൾ ഇവിടുത്തെ ചേഞ്ച് ഇൻ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ എത്ര? 2mu ആണ്. കാരണം അതേ വെലോസിറ്റിയിലാണ് തിരിച്ചു വരുന്നത്. മനസ്സിലാക്കണേ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു മാസ് എത്രയാണ്? 100 ഗ്രാം. അതിനെ കിലോഗ്രാമിലേക്ക് മാറ്റുമ്പം 100 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാമാ? 100 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര കിലോഗ്രാമാ? 100/1000, അതായത് 0.1 കിലോഗ്രാം. 100 ഗ്രാം 0.1 കിലോഗ്രാം. 0.1 ഇൻറ്റു യു എത്രയാ? 12 ഡിവൈഡ് ബൈ ടൈം എത്രയാ? 0.1. 0.1 പോയി. 2 ഇൻറ്റു 12 24 ന്യൂട്ടൺ. അപ്പോൾ ഈ 0.1 സെക്കൻഡ് കൊണ്ട് 24 ന്യൂട്ടൺ. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഒരു ബോൾ ഇങ്ങോട്ട് ക്രിക്കറ്റ് ബാറ്റിൻ്റെ അടുത്തേക്ക് വരുന്നു വിത്ത് എ സ്പീഡ് ഓഫ് 12 മീറ്റർ പെർ സെക്കൻഡ്. ബോളിൻ്റെ മാസ് 100 ഗ്രാം ആണ്. അതേ സ്പീഡിൽ അടിച്ചു തെറിപ്പിക്കുന്ന സ്പീഡ് എത്രയാണ്? 12 മീറ്റർ പെർ സെക്കൻഡ് അടിച്ചു തെറിപ്പിക്കുന്നത്. ആ പ്രോസസ്സ് നടക്കുന്നത് 0.1 സെക്കൻഡിനുള്ളിലായിട്ടാണ് നടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു 24 ന്യൂട്ടൺ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫോഴ്സിൻ്റെ ഡിഫറെൻ്റ് സിറ്റുവേഷൻ. ഇനി നമുക്ക് ന്യൂട്ടൺസ് തേർഡ് ലോ നോക്കാം. എന്താ ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നത്? നിങ്ങൾ പഠിച്ചിട്ട് ഏതൊരു പ്രവർത്തനത്തിനും സമവും വിപരീതവുമായ പ്രതിപ്രവർത്തനമുണ്ട്. ടു എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഏത് ആക്ഷൻ ഉണ്ടെങ്കിലും അവിടെ റിയാക്ഷൻ ഉണ്ട്, ഇല്ലേ? എടാന്ന് വിളിച്ചാൽ പോടാ, ഐ ലവ് യു, ഐ ഹേറ്റ് യു, അങ്ങനെ ഓരോന്നും, അല്ലെങ്കിൽ ഐ ലവ് ടു യു, എന്ത് വരും? എല്ലാത്തിനും ഒരു റിയാക്ഷൻ ഉണ്ട്, ഇല്ലേ? നിങ്ങൾ കൈ അടിച്ച് നോക്ക്. കൈ അടിക്കുകയാണെങ്കിൽ ആക്ഷൻ, ഒരു കൈ ഇതിവിടേക്ക് എക്സെർട്ട് ചെയ്യുന്നൊരു ഫോഴ്സ് ആക്ഷൻ. റിയാക്ഷനോ ഈ കൈ ഇങ്ങോട്ടും അടിക്കുന്നു, അപ്പോൾ റിയാക്ഷൻ. അതേപോലെ സ്വിമ്മിങ് ആണെങ്കിൽ ആക്ഷനും റിയാക്ഷനും ഉണ്ട്. എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ കൈ ഉപയോഗിച്ച് നിങ്ങൾ വാട്ടറിൻ്റെ ബാക്കോട്ട് തള്ളുന്നു, വാട്ടർ നിങ്ങളെ മുന്നോട്ട് തള്ളുന്നു, റിയാക്ഷൻ. വാക്കിംഗ് ആണെങ്കിൽ നിങ്ങൾ നടക്കുന്ന സമയത്ത് കാലുപയോഗിച്ച് നിങ്ങൾ ബാക്കോട്ട് ഫോഴ്സ് കൊടുക്കുന്നു, ആക്ഷൻ. അതിൻ്റെ ഫലമായിട്ട് തിരിച്ചു മുന്നോട്ട് പോകുന്നു, റിയാക്ഷൻ. അപ്പോൾ ഏത് ആക്ഷൻ ഉണ്ടെങ്കിലും അവിടെ എന്തുണ്ട്? റിയാക്ഷൻ ഉണ്ട്. ടു എവരി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. എവിടെ ആക്ഷൻ ഉണ്ടോ അവിടെ റിയാക്ഷൻ ഉണ്ട്. അപ്പോൾ ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണല്ലോ. ബട്ട് ദേ നെവർ ബി ക്യാൻസൽ. ഒരിക്കലും ക്യാൻസൽ ചെയ്യുന്നില്ലല്ലോ. എന്തേ കാരണം?
നമുക്കറിയാം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്. ഒരു ബോഡിയുടെ മേലെ ഇങ്ങനെ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആണ്. രണ്ട് ഭാഗത്തും ഫോഴ്സ് എഫ് ആണെങ്കിൽ നെറ്റ് എഫക്റ്റ് 0 ആണ്. അതായത് കാരണം രണ്ടും ക്യാൻസൽ ചെയ്തു. അതേസമയത്ത് ഇവിടെ ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആണ്. ആക്ഷനും റിയാക്ഷനും ഈക്വൽ ആണെങ്കിൽ ഒരിക്കലും ക്യാൻസൽ ചെയ്യുന്നില്ല. നിങ്ങൾ സ്വിമ്മിങ്ങിൻ്റെ ഫലമായിട്ട് സ്വിം ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബാക്കോട്ട് എന്ത് ചെയ്യുന്നു, വാട്ടറിനെ പുഷ് ചെയ്യുന്നുണ്ടെങ്കിൽ വാട്ടർ നിങ്ങൾ മുന്നോട്ടും പുഷ് ചെയ്യുന്നുണ്ട് ഇല്ലേ? അപ്പോൾ അതും എന്ത് തന്നെയാണ്, അവിടെ ആക്ഷൻ റിയാക്ഷനും ഉണ്ട്, ക്യാൻസൽ ചെയ്ത് പോകുന്നില്ലല്ലോ. എന്തേ കാരണം? ഇവിടെ ഹിയർ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബട്ട് ദേ നെവർ ബി ക്യാൻസൽഡ് ഈച്ച് അതർ. രണ്ടും പരസ്പരം ക്യാൻസൽ ചെയ്യുന്നത്. എന്തേ കാരണം? ബിക്കോസ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ആക്ടിങ് ഓൺ 2 ഡിഫറെൻറ്റ് ബോഡീസ്. രണ്ടും ഒരേ ബോഡിയിലല്ല ആക്ട് ചെയ്യുന്നത്, ഒരേ ബോഡിയിൽ. ഇവിടെ നോക്ക്, ഒരേ ബോഡിയിൽ ആക്ട് ചെയ്തുകൊണ്ടാണ് ക്യാൻസൽ ചെയ്ത് പോയത്. ഇവിടെ ആക്ഷനും റിയാക്ഷനും ഒരേ ബോഡിയിലല്ല ആക്ട് ചെയ്യുന്നത്. നിങ്ങൾ വാട്ടറിനെ ബാക്കോട്ട് പുഷ് ചെയ്യുന്നു, ആക്ഷൻ എവിടെയാണ്? വാട്ടറിന് മേലെയാണ് ആക്ഷൻ. റിയാക്ഷനോ വാട്ടർ നിങ്ങൾ മുന്നോട്ട് അടിച്ചു അല്ലേ? നിങ്ങളൊരാളെ അടിച്ചാൽ നിങ്ങൾ മറ്റൊരാളെ അടിക്കുകയാണെങ്കിൽ ആക്ഷൻ. റിയാക്ഷൻ എന്താ? അവൻ തിരിച്ച് നിങ്ങളടിക്കുന്നു. രണ്ടാൾക്കും ഒരാളെ കിട്ടിയത്. അപ്പം ആക്ഷനും റിയാക്ഷനും ഉണ്ട്, രണ്ടും ഡിഫറെൻറ്റ് ബോഡിയിലാണ് ആക്ട് ചെയ്യുന്നത്. ന്യൂട്ടൺസ് തേർഡ് ലോ പറയുന്നത് ടു എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ബട്ട് ദേ നെവർ ബി ക്യാൻസൽഡ് ബിക്കോസ് ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ ആക്ടിങ് ഓൺ 2 ഡിഫറെൻറ്റ് ബോഡീസ്. രണ്ടും രണ്ട് വ്യത്യസ്തമായ ബോഡിയിൽ ആക്ട് ചെയ്യുന്നതുകൊണ്ട് ഒരിക്കലും ക്യാൻസൽ ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ ഇതാണ് ന്യൂട്ടൺസ് ലോസ്. ഇനി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളതൊക്കെ അടുത്ത ക്ലാസ് പറയാം. ഇതെല്ലാം കറക്റ്റായിട്ട് പഠിച്ചു വന്നാൽ ബാക്കിയെല്ലാം വളരെ ഈസി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതെല്ലാം കറക്റ്റായിട്ട് പഠിക്കുക. താങ്ക് യു.